എനിക്ക് ചേഞ്ച് വേണ്ടാത്തതായ ഏത് സന്ദേശവും കേൾക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. അവരാരും വന്നിട്ട് ഒരു ചേഞ്ച് വേണമെന്ന് പറയത്തില്ലല്ലോ. നിന്നെ വാലല്ല തലയാക്കും, 2016 9-ാം മാസത്തിൽ നിനക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു, ഇതൊക്കെയല്ല ഉള്ളത്. നമ്മൾ മാറാനൊന്നും പറയത്തില്ലല്ലോ. നിൻ്റെ അസൂയ മാറിയാലേ നീ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറയത്തില്ലല്ലോ. നമ്മൾ അസൂയയോ പകയോ പിണക്കമോ നിൻ്റെ സഹോദരിയോട് നീ മിണ്ടാത്തത് എന്തുകൊണ്ട് എന്ന് ഏത് പ്രവാചകനാണെന്ന് ചോദിച്ചിട്ടുള്ളത്? നീ കഴിഞ്ഞ 6 മാസമായി നിൻ്റെ സഹോദരിയോട് മിണ്ടാതെ നിൻ്റെ ഹൃദയത്തിൽ കൈപ്പോടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്ന് നിങ്ങൾ സഭയെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അതെന്താ? അതൊക്കെ ദൈവം വെളിപ്പെടുത്തത്തില്ലയോ? നിന്നെ വാലല്ല തലയാക്കുമെന്നല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ലല്ലോ. അത് കാര്യം നിങ്ങൾക്കത് മതി, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പ്രവാചകന്മാരെ മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഓരോരുത്തർക്ക് വേണ്ടത് കൊടുക്കാൻ, അതിനല്ല ദൈവം വിട്ടിരിക്കുന്നത്. ദൈവം ഒരു പ്രവാചകനെ അയക്കുന്നത് മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനല്ല, മനുഷ്യർക്ക് ആവശ്യമുള്ളത് കൊടുക്കാനാണ്. പക്ഷേ ഇന്ന് എന്തോ പ്രവാചകന്മാർ വന്ന് മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് പ്രവചിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായതുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രവചിക്കുന്നത്. നിന്റെ കൂട്ടത്തിൽ ആരാധിക്കുന്ന വ്യക്തിയുമായി നീ മിണ്ടാതിരിക്കുന്നത്, 6 മാസമായിട്ട് മിണ്ടാതിരിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? പക്ഷെ അത് പറയുന്ന പ്രവാചകനെയാണ്, അവനാണ് യഥാർത്ഥ പ്രവാചകൻ. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുന്ന. അപ്പോൾ നമ്മളുടെ ദൈവം നമ്മളെ മുഴുവനായും അറിയുന്നു എന്നുള്ള ധാരണ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ഒരു വിശുദ്ധന് മാത്രമേ അത് സന്തോഷമായിരിക്കത്തുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചുള്ള പ്രസംഗം കേൾക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ രൂപാന്തരം ഉണ്ടാകണം. രൂപാന്തരപ്പെടുത്താത്ത ഒരു സന്ദേശം യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോജനമുള്ള ഒരു സന്ദേശമാണ്. നാം ദൈവത്തെ അറിയുന്നു എന്ന ആ വിഷയത്തെപ്പറ്റി, അതിൻ്റെ പ്രാരംഭമായിട്ട് ദൈവം നമ്മളെ എങ്ങനെ അറിയുന്നു, നമ്മൾ ദൈവത്തെ എങ്ങനെ അറിയണം എന്നതിൻ്റെ പ്രാരംഭമായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലാത്തവരായിരുന്നു, ദൈവത്തെ അറിയാത്തവരായിരുന്നു. നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിച്ച ഭാഗം ഇതാണ്. ഒരു കാലത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലായിരുന്നു, നമ്മൾ അജ്ഞരായിരുന്നു. ഒരു സ്പിരിച്വൽ ഇഗ്നറൻസ്, നമുക്ക് ആത്മീയമായ ഒരു അന്ധത നമുക്കുണ്ടായിരുന്നു. അവിശ്വാസികളുടെ കണ്ണ് ഈ ലോകത്തിൻ്റെ ദൈവം കുരുടാക്കിയിരിക്കുന്നു. നമ്മളെല്ലാം ആ അവസ്ഥയിലായിരുന്നു. ഈ ചിലപ്പോഴൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, നമ്മളിത് പെട്ടെന്ന് അങ്ങ് മറന്നു പോകും, നമ്മളും അങ്ങനെ ആയിരുന്നെന്നുള്ളത്. അതുകൊണ്ട് ആണ് പലപ്പോഴും പ്രോബ്ലം ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളെല്ലാം അങ്ങനെയായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ കണ്ണ് തുറന്നിരിക്കുകയാണ്. കണ്ണ് തുറന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിനാൽ ഡിഫറൻ്റാണ്, വ്യത്യാസമാണ്. ഇപ്പോൾ ഗലാത്യ ലേഖനത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായ ആളുകൾക്കോ യഹൂദന്മാരായ അന്നത്തെ ആളുകൾക്കോ ഒക്കെ അറിയാവുന്നതിന് വ്യത്യസ്തമായിട്ട് പറയുമ്പോഴത്തേക്ക് തലയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു ദൈവം പിതാവാണെന്നുള്ളത്. പക്ഷേ ആ അപ്പനെ പിതാവേ അബ എന്ന് വിളിക്കാൻ തക്ക സ്വാതന്ത്ര്യം നമുക്ക് നൽകി തന്നത് യേശുക്രിസ്തുവാണ്. തലയിൽ എല്ലാവർക്കും അറിയാമായിരുന്നു, പക്ഷേ അതിന് കാരണമായി തീർന്നത്, അതത്ര കൂളായിട്ട് എനിക്ക് പോയി വിളിക്കാൻ പറ്റുന്നത്, ആ ബോധ്യം എനിക്ക് ലഭിച്ചത് നമുക്ക് പുത്രത്വം വീണ്ടെടുപ്പിലൂടെ ലഭിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ അറിയില്ലായിരുന്നു. യേശു കർത്താവിനെ ദൈവം, ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു കാണും. അതായത് എന്തിനു വേണ്ടിയാണ് പിതാവ് പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത്? കാലസമ്പൂർണതയിൽ, മറ്റു വേറെ ലക്ഷ്യമൊന്നും ഉണ്ടായിട്ടല്ല. നമുക്ക് പുത്രത്വം പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ്. അങ്ങനെ പുത്രന്മാരായി തീരുമ്പോൾ നമ്മിലേക്ക് ദൈവം പകർന്നു തരുന്നത് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെയാണ്. യേശുക്രിസ്തുവിൻ്റെ ആത്മാവെന്ന് പറയുമ്പോൾ നമുക്ക് വാക്യം വായിക്കുമ്പോൾ ഈസിയായിട്ട് വായിക്കാമെങ്കിലും, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യേകത എന്താണ്? യേശു എങ്ങനെ പിതാവിനെ അറിഞ്ഞോ അതുപോലെ ഞാൻ പിതാവിനെ അറിയാൻ തുടങ്ങുകയാണ്. അതാണ് അതിനകത്തെ ആ പുത്രത്വത്തിൻ്റെ പ്രത്യേകത. പിന്നെ റിലേഷൻ പറയുമ്പോൾ, ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യയുണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധം, അല്ലെങ്കിൽ അപ്പനും മക്കളും തമ്മിൽ. അപ്പോൾ മക്കൾ അപ്പനെ അറിയുന്നത് പോലെ, അല്ലെങ്കിൽ അപ്പൻ മക്കളെ അറിയുന്നത് പോലെ, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മക്കൾ അപ്പനെയും അറിയുന്നു. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ, ദൈവം സൃഷ്ടാവാണെങ്കിൽ നമ്മൾ സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടാവ് സൃഷ്ടിയെ അറിയുന്നു, സൃഷ്ടി സൃഷ്ടാവിനെ അറിയണം. അപ്പോൾ റിലേഷൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ളതാണ്, ഇല്ലേ? അപ്പോൾ അവൻ പുത്രത്വം നമുക്ക് നൽകിയെങ്കിൽ ആ പിതാവിനെ നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഈ ബന്ധത്തിനകത്ത് അപ്പനെന്നും മക്കളെ മനസ്സിലാക്കുന്നു, പക്ഷെ മക്കൾ ഒരിക്കലും അപ്പനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്താ പ്രയോജനം? ഒരു പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ഒരു ആത്മ അനുഭവത്തിലേക്ക്,
ആത്മീയ അനുഭവം എന്നുള്ളതിനേക്കാൾ വലിയ ആത്മീയ അനുഭവത്തിലേക്ക്, ആത്മാവിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ദൈവത്തെ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജ്. അത് നമുക്ക് പിതാവെന്ന നിലയിൽ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിന് ദൈവത്തോടുണ്ടായിരുന്ന ബന്ധത്തെ എല്ലായ്പ്പോഴും യേശു പ്രൊജക്റ്റ് ചെയ്തത് പിതാവെന്ന് പറഞ്ഞാൽ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ എല്ലാം പിതാവ് പിതാവ് പിതാവ്. ആകെ ഒരു പ്രാവശ്യം മാത്രമേ യേശു ദൈവമേ എന്ന് വിളിച്ചിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം. കാൽവറി ക്രൂശിൽ കിടന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിടുന്നുണ്ട്. ആ പിതാവിൻ്റെ ബന്ധത്തിൽ നിന്നുള്ള നമുക്ക് വേണ്ടി, അത് വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. അവിടെയാണ് വീണ്ടെടുപ്പ് നടക്കുന്നത്. അവിടെയാണ് ദൈവവുമായിട്ടുള്ളൊരു ആ പിതൃപുത്ര ബന്ധത്തിലെ ഒരു സെപ്പറേഷൻ നടക്കുന്നത്. അവിടെ മനുഷ്യൻ്റെ പ്രതിനിധിയാവുകയാണ് ദൈവം. ഇതൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ ദൈവം, എന്നാൽ അതേസമയം ആ ഒരു സെപ്പറേഷൻ്റെ, ഒരു ആത്മാവിലെ ആ ഒരു സെപ്പറേഷൻ്റെ സമയം അവസാനം കർത്താവ് പറഞ്ഞു നിർത്തുന്നത്, ദൈവമേ എൻ്റെ ആത്മാവിനെ നിന്റെ തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നല്ല. ആണോ? അല്ല. എന്തു പറഞ്ഞാണ്? പിതാവേ എൻ്റെ ആത്മാവിനെ നിന്റെ കരങ്ങളിൽ ഞാൻ ഫലമേൽപ്പിക്കുന്നു. അപ്പോൾ ഒരു സെപ്പറേഷൻ ഉണ്ടായി. ആ സെപ്പറേഷൻ എന്തുകൊണ്ടാണ് ഉണ്ടായത്? എൻ്റെയും നിങ്ങളുടെയും പാപം ദൈവം യേശു കർത്താവ് വഹിച്ചതുകൊണ്ട്. ആ വീണ്ടെടുപ്പിൻ്റെ ആ ഒരു സമയത്ത് മാത്രമാണ്, വീണ്ടെടുക്കപ്പെടുന്ന ആ ഒരു, അല്ലെങ്കിൽ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയ നടക്കുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ആ സ്പിരിച്വൽ സെപ്പറേഷൻ ഉണ്ടാകുന്നത്. അല്ലാത്ത സമയത്തെല്ലാം ദൈവം യേശുവിന് ആരായിരുന്നു? പിതാവായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ വായിൽ നിന്ന് ആദ്യമായിട്ടൊരു വാക്ക് വീണത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? നമ്മൾ 12-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതല്ലയോ. അപ്പോൾ അവിടം തൊട്ട് അവസാനം പിതാവിൻ്റെ കയ്യിൽ തൻ്റെ ജീവനെ ഫലമേൽപ്പിക്കുന്നത് വരെ, ഇടയ്ക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത ഒരു സമയത്ത് ദൈവം അവനെ കൈവിട്ട ഒരു സമയത്തൊഴികെ, അവനെ കൈവിട്ടതല്ല ശരിക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ് ശരിക്കും അവിടെ നടക്കുന്നത്. അതായത് ശരിക്കും ഈ നമ്മുടേതെല്ലാം യേശു ഏറ്റെടുത്തു, യേശുവിൻ്റേതെല്ലാം നമുക്ക് തന്നു. ഇതാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് ഞാൻ പറഞ്ഞത്. അതാണല്ലോ എക്സ്ചേഞ്ച് ചെയ്യുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. കർത്താവ് പറഞ്ഞു, യേശു പറഞ്ഞു, ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും ഞാൻ ഒന്ന് പറയുകയാണ്. യേശു പറഞ്ഞു, നിൻ്റെ എല്ലാം എനിക്കിതാ, എൻ്റേതെല്ലാം തരാൻ പറഞ്ഞാൽ എനിക്കെന്താ ഉള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് ആകെപ്പാടെയുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് എൻ്റെ പാപം, പിന്നെ എൻ്റെ മരണം. ഇതാണ് ആത്യന്തികമായിട്ടൊരു വ്യക്തിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ ഒന്നും പറയാനില്ല. അല്ലാതെ ഒന്നും കർത്താവിന് വേണ്ടതാണ്. കർത്താവ് പറഞ്ഞു, ഓക്കെ അതിങ്ങിതാ. അവൻ അങ്ങനെ എൻ്റെ മരണം ഏറ്റെടുത്തിട്ട് അവൻ്റെ ജീവൻ എനിക്ക് തന്നു. എൻ്റെ പാപം ഏറ്റെടുത്തിട്ട് അവൻ്റെ നീതി എനിക്ക് തന്നു. എൻ്റെ പാപം അവൻ ഏറ്റെടുത്തിട്ട് അവൻ്റെ നീതി അവൻ എനിക്ക് തന്നു. അതാണ് എക്സ്ചേഞ്ച്. അതാണ് കാൽവറി ക്രൂശിൽ നടന്ന കാര്യം. കാൽവറി ക്രൂശിൽ യേശു എൻ്റെ പാപം ഏറ്റെടുത്തു, അവൻ്റെ നീതി എനിക്ക് തന്നു. അതാണ് അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത്. അവൻ്റെ മരണത്താൽ നീതീകരിക്കപ്പെടുന്നതായ ഒരു സ്റ്റേജ്. എൻ്റെ മരണം ഏറ്റെടുത്തിട്ട് അവൻ്റെ ജീവൻ എനിക്ക് തന്നു. ഇതാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം. ഇറ്റ് ഈസ് ഈസി. ആ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അന്ത്യം വരെ അവൻ്റെ മനസ്സിൽ പിതാവിനോടുള്ള ബന്ധത്തിൽ അവൻ എപ്പോഴും സൂക്ഷിച്ചിരുന്നതായ ബന്ധമെന്ന് പറയുന്നത് പിതാവ്. തുടക്കം മുതൽ അവസാനം തൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിക്കുമ്പോൾ ഉൾപ്പെടെ മുഴുവൻ സമയങ്ങളിലും അവൻ പറയുന്ന വാചകം എന്താണ്? പിതാവ്, പിതാവ്. അങ്ങനെ ഉയിർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ ആദ്യ വാക്കുകൾ എന്താണെന്ന് ആലോചിച്ചാലും, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉയിർത്തെഴുന്നേറ്റവനായ ക്രിസ്തു പറയുന്ന വാക്ക്, യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ നമുക്ക് അറിയാവുന്ന ഭാഗമായതുകൊണ്ട് അവിടെ കൃത്യമായിട്ട് മറിയെ അവൻ കാണുന്നു. അതാണല്ലോ ആദ്യമായിട്ട് അവൻ്റെ വായിൽ നിന്നൊരു വാക്ക് വീഴുന്നത്. ഭൂമിയിൽ അവൻ്റെ വായിൽ നിന്ന് ആദ്യം ഒരു വാക്ക് വീഴുന്നത് വേദോസ്തവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്നാൽ ഉയിർത്തെഴുന്നേറ്റവനായ ക്രിസ്തു സംസാരിക്കുമ്പോൾ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, അല്ലെങ്കിൽ യേശു 16-ാമത്തെ വാക്യത്തിൽ യേശു അവളോട് മറിയേ എന്ന് പറഞ്ഞു. അവൾ
തിരിഞ്ഞ് എബ്രായ ഭാഷയിൽ റെബുനി എന്ന് പറഞ്ഞു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തൊള്ളരുത്, ഞാനിതുവരെ പിതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയിട്ടില്ല. പിതാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോയിട്ടില്ല. അടുത്ത വാക്ക, എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവൻ്റെ അടുക്കൽ. നോക്ക്, ശിഷ്യന്മാരോട് ചെന്ന് പറയുകയാണ്, എന്ത്? ഇനി മുതൽ അവൻ എൻ്റെ പിതാവ് മാത്രമല്ല, ആരുടെ പിതാവും കൂടെയാണ്, നിങ്ങളുടെ പിതാവ്. അപ്പൊ എന്തായിത്തീർന്നു? പുത്രത്വം സംഭവിച്ചു. പുത്രത്വം, ആ പുത്രത്വം നമുക്കൊരു യാഥാർത്ഥ്യമായി തീരുന്ന ഒരു സ്റ്റേജ്. കർത്താവ് പറയാണ്, ഇന്നലെ വരെയും ഞാൻ എൻ്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ വീണ്ടെടുപ്പിലൂടെ പുത്രത്വം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ദൈവം അവരുടെയും കൂടെ പിതാവാണ്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. അപ്പോൾ ആ പുത്രത്വമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ പുത്രത്വം നമുക്ക് നൽകിക്കഴിഞ്ഞപ്പോൾ, ആ പുത്രത്വം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്കുണ്ടാകുന്ന ആ ബന്ധത്തിൽ ഒരു കാരണവശാലും ഒരു മറ ഉണ്ടാകാനായിട്ട് പാടില്ല, പൊടി ഉണ്ടാകാനായിട്ട് പാടില്ല. എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആ അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന ആ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, സ്വപുത്രൻ്റെ ആത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കണം. ആ ഒരു റിലേഷൻ ഉണ്ടാകണം. ഇത് അനുഭവിക്കണം. ഇത് പറഞ്ഞാൽ പോരാ, ഇത് അനുഭവിക്കണം. നമ്മളെല്ലാവരും ഇത് അനുഭവിക്കണം. നാം റോമലേഖനം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നാം ദൈവത്തിൻ്റെ മക്കളെന്ന ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. The Spirit beareth witness in my spirit that I am a child of God. The Spirit, ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോട് ഇപ്പോൾ കമ്മ്യൂണിക്കേഷനുണ്ട്. ആ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്തെല്ലാം ദൈവം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമുണ്ട്, യു ആർ മൈ ചൈൽഡ്. അത് പുറമേ ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല, അതിനുള്ള എവിഡൻസ് നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഓൾവേസ് അവൻ എന്ത് വേണം? അവൻ്റെ ആത്മാവിൽ അവൻ ആ പിതാവിൻ്റെ സാന്നിധ്യം അങ്ങോട്ട് അനുഭവിച്ചറിയണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ വെറും പാഴാണ്. നമ്മൾ പറയുന്ന വലിയ ആനക്കാര്യങ്ങളൊന്നുമില്ല. പാട്ടൊക്കെ എല്ലാ മതങ്ങളിലും ഉണ്ട്, എല്ലാ പള്ളിയിലും ഉണ്ട്. ഇവിടെ വന്ന് പാട്ട് പാടിയതുകൊണ്ടോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ പിതൃപുത്ര ബന്ധം ഒരു അനുഭവമാക്കുന്നില്ലെങ്കിൽ നമ്മൾ ആത്മീയ ജീവിതം ആനന്ദകരമാകുന്നില്ല. അതുകൊണ്ടാണ് ആളുകൾക്ക് പലപ്പോഴും ആനന്ദിക്കാൻ കഴിയാത്തത്. എന്തുകൊണ്ടാണ്? ആ ഒരു ബന്ധത്തിൻ്റെ ആ ഊഷ്മളത മനസ്സിലാക്കാത്തതുകൊണ്ട്. കൊച്ചുകുഞ്ഞുദേശി പാടിയ ഒരു പാട്ടുണ്ട്, ആത്മസുഖം പോലെ ഏതു സുഖം പാരിൽ, പരമാത്മസുഖം പോലെ ഏതു സുഖം പാരിൽ. അവരൊക്കെ ആത്മാവിൽ എൻജോയ് ചെയ്തവരാണ്, ആത്മാവിൽ ആ സുഖം അനുഭവിച്ചവരാണ്. അങ്ങനെ ആത്മാവിൽ ആ സുഖം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ വെള്ളിയാഴ്ച ദിവസം ഇവിടെ വന്ന് അല്ലെങ്കിൽ ഞായറാഴ്ച വന്ന് ഇവിടെ വന്നൊന്ന് ആരാധിക്കുന്ന സമയത്ത് മാത്രമുള്ള ബന്ധമല്ല ഇത്. എത്ര വിദൂരത്തിലിരുന്നാലും അപ്പൻ അപ്പനും മകൻ മകനുമാണ്. അതെപ്പോഴും കണ്ടോണ്ടിരുന്നില്ലെങ്കിലും ഏത് സമയത്തും നമ്മളെ സ്വാത്മം, നമ്മളെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. We are the children of God and He is our Father. അത് നമ്മൾ മനസ്സിലാക്കുന്ന അതാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ദൈവം നമ്മളെ പുത്രനായിട്ട് മനസ്സിലാക്കുന്നു, പുത്രത്വം നമുക്ക് നൽകുന്നു. നമ്മൾ ദൈവത്തെ പിതാവായി തിരിച്ചറിയുന്ന, ആത്മാവിൽ അറിയുന്നതായ ഒരു അനുഭവം നമുക്ക് ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. ആ ഒരു പുത്രത്വം അതിനുവേണ്ടിയാണ് നമ്മൾ ഗലാത്യലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് നമ്മൾ കണ്ടു. അതിനു വേണ്ടിയാണ്. അപ്പോൾ ഈ ജ്ഞാനം നമുക്ക് അവൻ പിതാവാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാകുമ്പോൾ, എന്നാൽ അവൻ പിതാവ് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവ് മാത്രം എന്നുള്ള അർത്ഥത്തിലല്ല. അവൻ നമുക്കെല്ലാമാണ്. എന്നാൽ
പുതിയ നിയമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്ത്? പുതിയ ആ പിതൃപുത്ര ബന്ധത്തിൻ്റെ ഊഷ്മളത എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളായി നമ്മൾ പറയുന്ന ആളുകൾ അത് അനുഭവിക്കണം എന്നുള്ളതാണ് ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. ഇത് കഴിയുമ്പോൾ എല്ലാ നിമിഷങ്ങളിലും യേശുവിനെ ദൈവത്തെ പിതാവായി ആ പിതൃപുത്ര ബന്ധത്തിൻ്റെ ഊഷ്മളത അനുഭവിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു പുത്രത്വം, ആത്മാവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന, അതാണല്ലോ ദ സ്പിരിറ്റ് ബെയറത്ത് വിറ്റ്നസ് ഇൻ മൈ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അതാണ് ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അതൊക്കെ നമുക്കുണ്ടോ? ചുമ്മാ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുണ്ടോ? എപ്പോഴും എൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ? ഓരോരുത്തരും അവരോട് തന്നെ ചോദിക്കണം. ഇതൊക്കെ ആവശ്യം. അല്ലാതെ ഇവിടെ വന്ന് നമ്മൾ കുറേ ആവശ്യങ്ങളുടെ കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചേച്ച് പോകുന്നതല്ല. എല്ലാ മതത്തിലെയും ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്ക് സാധിക്കാൻ വേണ്ടി അവരുടെ ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. പക്ഷെ അവർക്കില്ലാത്തത് ഈ ബന്ധമാണ്. അവർ ദൈവത്തെ അറിഞ്ഞ്, നമ്മൾ പൗലോസ് തന്നെ പറയുന്നത്, നിങ്ങൾ നേരത്തെ എന്ന് പറയുന്നൊരു കാലം നമുക്കുണ്ട്. അന്ന് ദൈവത്തെ അറിഞ്ഞത് ഒരു പക്ഷെ സഹായകനായിട്ടായിരിക്കും. അത് ഏത് ദൈവത്തെ ആണെങ്കിലും അവരറിഞ്ഞത് എന്നെ സഹായിക്കുന്ന ഒരു ദൈവം, ഒരു വിഗ്രഹമായിട്ട്, അല്ലെങ്കിൽ ശിക്ഷിക്കുന്ന ദൈവം. എന്നെ സഹായിക്കുന്ന ദൈവം അല്ലെ എന്നെ ശിക്ഷിക്കുന്ന ദൈവം ഏറ്റവും കൂടിയാൽ മനസ്സിലാക്കിയിരുന്നത്, യഹൂദന്മാരുൾപ്പെടെ മനസ്സിലാക്കിയിരുന്നത് അഡോണായി, യജമാനനാണോ? യെസ്. സഹായിക്കുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ ഇപ്പൊ ബന്ധത്തിന് വ്യത്യാസം ഉണ്ടായതല്ല, ബന്ധത്തിൽ നമ്മുടെ തിരിച്ചറിവിന് വലിയൊരു വ്യത്യാസം ഉണ്ടായി. എന്താണ്? ഹീസ് മൈ ഫാദർ, അബ ഫാദർ. ബാക്കിയുള്ളതൊക്കെ മാറിയെന്നല്ല, അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. എന്നാൽ ബാക്കിയുള്ളതൊന്നും മാറി എന്നുള്ളതല്ല, അവൻ എന്നെ അറിയുന്നു. ഇന്ന് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് ദൈവം നമ്മളെ അറിയുന്ന ഭാഗത്തെക്കുറിച്ച് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഗലാത്യ ലേഖനത്തിൽ, വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞുവെന്നല്ല, അറിഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നതിനാൽ അത് നിരന്തരമായ ഒരു അറിവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയണം. അവൻ എല്ലാം അറിയുന്നുണ്ട്, എല്ലാ രീതിയിലും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ദൈവം അറിയുന്നു എന്നുള്ളത് ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഭീതിതമായ അവസ്ഥയാണെങ്കിൽ, ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കംഫർട്ടാണ് അത്. എൻ്റെ ദൈവം എന്നെ അറിയുന്നു. 139 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സങ്കീർത്തനമാണ്, പലപ്പോഴും വായിക്കുന്ന സങ്കീർത്തനമാണ്. ആ സങ്കീർത്തന ഭാഗത്ത് ഈ ദൈവം നമ്മളെ അറിയുന്ന ഭാഗം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദമാക്കുന്നത് ഒന്ന് പെട്ടെന്ന് മുന്നോട്ട് പോകാനായിട്ട് ഞാൻ സമയമെടുക്കുകയാണ്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആ സർവജ്ഞാനം നമ്മൾ മനസ്സിലാക്കുന്നു. 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. പല വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതിന് 2-ാമത് പറയുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. 3-ാമത് എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. ഇതിന് ഓരോന്നിനും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ ഈ വാക്കുകൾ വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് മലയാളത്തിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന് അല്ലാതെ കുറച്ചുകൂടെ ഇതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ കുറച്ചുകൂടെ അർത്ഥസമ്പുഷ്ടമാണ്. ചില വാക്കുകളൊക്കെ വളരെ അർത്ഥസമ്പുഷ്ടമാണ്. അത് മനസ്സിലാക്കുന്നത് നമുക്ക് ദൈവം എത്രത്തോളം നമ്മളെ അറിയുന്നു എന്നുള്ളതിന് പ്രയോജനകരമായ നിലയിലാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 1-ാമത്തെ വാക്ക്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞു. ശോധന എന്നുള്ള വാക്ക്, യു ഹാവ് സെർച്ച് മീ, എന്നെ കാണുന്നെന്നുള്ളതല്ല. കാണുന്നതും നോക്കുന്നതും ശോധന ചെയ്യുന്നതും എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള, നമുക്ക് മലയാളത്തിൽ തന്നെ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നു, ഞാൻ കണ്ടു എന്ന് പറയുന്നതും ഞാൻ നോക്കി എന്ന് പറയുന്നതും രണ്ടാണ്. കണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കാഷ്വലായിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ അറിയാനുള്ള ആഗ്രഹത്തോടു കൂടെ ഞാൻ നോക്കുന്ന കാര്യമുണ്ട്. ശോധന ചെയ്യുക എന്ന് പറയുമ്പോൾ അതുമല്ല, അതിനേക്കാൾ എന്താണ് കുറെ കൂടെ ആഴത്തിൽ എക്സാമിൻ വിത്ത് കെയർ. ഞാനത് പരിശോധിക്കുകയാണ്, അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പരിശോധിക്കുന്നതായ ഒരു സ്റ്റേജ്. അപ്പോൾ ദൈവം എന്നെ വെറുതെ കാണുന്നു എന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എന്നെ കാണുന്നത് കൂടാതെ അവൻ കെയർഫുള്ളായിട്ട് എന്നെ നോക്കുന്നു. ഹി ഈസ് കൺസേൺഡ് എന്ന് തന്നെയല്ല, അവൻ എന്നെ സൂക്ഷിച്ച് പരിശോധിക്കുന്നു. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്. ഹി ഈസ് സെർച്ചിങ് മീ ഓർ ഹി ഈസ് എക്സാമിനിങ് മീ വിത്ത് പെയിൻ ആൻഡ് കൺസേൺ ആൻഡ് കെയർ.
വളരെ ശ്രദ്ധയോടുകൂടെ എൻ്റെ ഓരോ കാര്യങ്ങളും അറിയാനുള്ള വ്യഗ്രതയോടുകൂടെ അവൻ എന്ത് ചെയ്യുന്നു? എന്നെ ശോധന ചെയ്യുന്നു. കർത്താവേ, യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. വെറുതെ കണ്ടതല്ല. അപ്പോൾ ദൈവം എൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺഡാണ്. അവൻ എന്നെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. ഓരോ ഇൻഡിവിജ്വലിനെയും നോക്കുന്നുണ്ട്, ഓരോ വ്യക്തികളെയും നോക്കുന്നുണ്ട്. ആകമാനമായ ഒരു നോട്ടം മാത്രമൊന്നുമല്ല. നമുക്കിപ്പം മാസമായിട്ട് ഇപ്പം ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാവരെയും ഇങ്ങനെ കാണുന്നുണ്ട്, എല്ലാവരെയും. എന്നാൽ ദൈവം അങ്ങനെ എല്ലാവരെയും കാണുന്നു എന്ന് പറയുന്ന ഒരു നിലയിൽ ഒതുക്കി നിൽക്കുകയല്ല. ഈ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ഓരോ വ്യക്തിയെയും ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരെയും ശോധന ചെയ്യുന്നുണ്ട്. നമ്മൾ 8-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ 8-ാമത്തെ സങ്കീർത്തനത്തിൽ സാംസ് 8 ഈ മനുഷ്യനെ നോക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യം, 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യം, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം. നോക്ക്, ദൈവത്തിന് നോർമലി നമ്മളിപ്പം മാനുഷികമായി പറഞ്ഞാൽ ദൈവത്തിന് നോക്കാനാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിനിടയ്ക്ക് ചിലപ്പോൾ ആളുകളൊക്കെ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും ആളുകൾ പറയുന്ന കാര്യമുണ്ട്, ദൈവം ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവം നോക്കുന്നത്, അതിനിടയ്ക്ക് ഇപ്പോൾ നമ്മളെ കാര്യം ഇങ്ങനെ ശ്രദ്ധിക്കാനൊക്കെ ദൈവത്തിനുള്ള നേരം എന്നൊക്കെ ചോദിക്കുന്ന തമാശയ്ക്കല്ല ചിലപ്പോൾ ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഹി ഈസ് കൺസേൺഡ് അബൌട്ട് എവ്രിതിങ് ആൻഡ് എവ്രിബഡി. നീ ഉണ്ടാക്കിയ ആകാശത്തെയും നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ, ഇത് തന്നെ ഒരു സങ്കീർത്തനക്കാരൻ ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമുക്ക് കാണാൻ പോലും കഴിയാത്ത എത്രയോ സ്റ്റേജസ് ഉണ്ട്. വോൺ കാർലോസ് ഓർട്ടിസിൻ്റെ ഒരു ബുക്കിനകത്ത് അദ്ദേഹം ഇങ്ങനെ ഇതിനെക്കുറിച്ച്, ഇപ്പം നമ്മൾ ഈ ആനിമൽ കിങ്ഡം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ ഭൂമിയിലെ ജീവികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, മനുഷ്യനൊന്നുമല്ല ഏറ്റവും വലിയ ജീവിയൊന്നും. എത്രയോ ജീവികളുണ്ട്, എത്രയോ വലിയ ജീവികളുണ്ട്, ചെറിയ ജീവികളുണ്ട്, എത്രയോ ബ്രീഡുകളുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ അത്ര വലിയ ജീവിയൊന്നും അല്ല. നോർമൽ അല്ലി പറഞ്ഞാൽ പോലും ഈ ആനിമൽ കിങ്ഡത്തിൽ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒത്തിരി വലിയൊരു ജീവിയൊന്നുമല്ല. ആ ആനിമൽ കിങ്ഡം മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഈ ഭൂമി മൊത്തമായിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഭൂമി തന്നെ എന്താ ഉള്ളത്, സോളാർ സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമി തന്നെ ഏറ്റവും വലിയ ഗ്രഹമൊന്നുമല്ല. അനേക ഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് സൂര്യൻ. സോളാർ സിസ്റ്റത്തിലെ ഒരു ചെറിയ ഗ്രഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും ചെറുതെന്നല്ല, ബട്ട് അത്ര വലിയ വലിപ്പം വെച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭൂമി അല്ല ഏറ്റവും വലിയ ഗ്രഹം. അപ്പോൾ സോളാർ സിസ്റ്റം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ ഈ ക്ഷീരപഥം അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയിലെ ഒരു ചെറിയ ഭാഗമാണ് എന്ത്, സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്, സൗരയൂഥം എന്ന് പറയുന്നത്. ഈ മിൽക്കി വേയോ അല്ലെങ്കിൽ ഈ ഗാലക്സി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിലെ അനേകം കോടിക്കണക്കിന് ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ് നമ്മളെ സൂര്യൻ ഉൾപ്പെടുന്ന മിൽക്കി വേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്ഷീരപഥം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതായ ഈ ടോട്ടൽ ഈ ഗാലക്സി തന്നെ എന്താണ്, യൂണിവേഴ്സിലെ ഒരു ചെറിയ ഗാലക്സിയാണ്. ഈ യൂണിവേഴ്സിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ ഒരു വിശാലമായ മറ്റൊരു യൂണിവേഴ്സിലൂടെ ഉണ്ടാകാമെന്ന് അവർ പറയുന്നത്. അപ്പോൾ വോൺ കാർലോസ് ഓർട്ടിസ് പറഞ്ഞത്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഈ എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ് ഉൾപ്പെടെയുള്ളതെല്ലാം ഒരു പക്ഷേ ദൈവത്തിൻ്റെ പൂന്തോട്ടത്തിലെ ബാക്ക് യാർഡിലെ ഒരു തോട്ടമായിരിക്കും. കാര്യം അത്രയൊക്കെ മനുഷ്യന് കൺസീവ് ചെയ്യാനായിട്ട് കഴിയുന്നുള്ളൂ. അതിനപ്പുറത്താണ് ദൈവം. ഇപ്പം മനുഷ്യൻ്റെ ബുദ്ധിയും ജ്ഞാനവും എല്ലാം കൂടെ വെച്ചിട്ട് ഈ യൂണിവേഴ്സിനപ്പുറത്തൊരു എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സ് ഉണ്ടാകാം എന്ന് വരെയൊക്കെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളൂ. പണ്ട് അതൊന്നും അറിയില്ലല്ലോ. ഭൂമിക്കും സൂര്യനും ചന്ദ്രനും അപ്പുറത്ത് സങ്കീർത്തനക്കാരൻ എഴുതുമ്പോഴും മാക്സിമം ചന്ദ്രൻ്റെ കാര്യം വരെ നക്ഷത്രങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞ് നിർത്തുകയാണ്. പക്ഷേ ഇന്ന് നമുക്ക് അതിനേക്കാളൊക്കെ എന്തറിയാം, അതിനപ്പുറത്തൊക്കെ ലോകമുണ്ട്, അതിനപ്പുറത്തൊക്കെ ഒരു വേൾഡ് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇതെല്ലാം നമ്മൾ രൂപാന്തരപ്പെട്ട് അങ്ങ് ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. ചിലപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ ബാക്ക് യാർഡിലെ വെറും ഒരു പൂന്തോട്ടം മാത്രമായിരിക്കും ഈ വിശാലമായ യൂണിവേഴ്സ് മുഴുവൻ. അങ്ങനെയുള്ള ദൈവം, ഇതിനെ മുഴുവൻ ചമച്ചവനായ ദൈവം,
ആ ദൈവം നമ്മളെക്കുറിച്ച് കൺസേൺ ആണ്. മനുഷ്യനെ ഓർക്കേണ്ടതിനൊന്നുമില്ല. എന്നാൽ 5-ാമത്തെ വാക്യത്തിൽ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും വലിയ ദൈവം ഇത്രയും ചെറിയ മനുഷ്യനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ എത്രയോ വലുതാണ്. പക്ഷെ അതേപോലെ തന്നെ അവൻ ചെറിയ കാര്യങ്ങളിൽ, ഏറ്റവും ചെറിയ മനുഷ്യനിൽ പോലും അവൻ കൺസേൺഡ് ആണ്. ഞാനൊരു സ്റ്റോറി ഒരിക്കൽ ഒരു നടന്നാണ്. ആന്റണി കോളിൻസ് എന്ന് പറഞ്ഞൊരു ഇൻഫിഡൽ, അവൻ ദൈവവിശ്വാസിയല്ല, ഒരു ക്രിസ്ത്യാനി പള്ളിയിൽ പോയപ്പോഴത്തേക്ക് അവനോട് ചോദിച്ചു, നീ ഇവിടെ പോവാം? അവൻ പറഞ്ഞു, പള്ളിയിൽ പോവാം. നീ എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഐ വോണ്ട് ടു വർഷിപ്പ് ഗാഡ്. അപ്പം ഇവൻ ചോദിച്ചു, അത് നീ എങ്ങനെയുള്ള ദൈവത്തെ ആരാധിക്കുന്നത്? അവനെ ചോദിച്ചു, എന്താ അത് ഉദ്ദേശിക്കുന്നത്? അതൊരു വലിയ ദൈവമാണോ ചെറിയ ദൈവമാണോ? ഉടനെ ഈ ക്രിസ്ത്യൻ പറഞ്ഞു, രണ്ടുമാണ്, വലിയ ദൈവമാണ് ചെറിയ ദൈവമാണ്. ഉടനെ ചോദിച്ചു, അതെന്താ അങ്ങനെ വലിയ ദൈവമാണ് ചെറിയ ദൈവമാണെന്ന് പറയാൻ കാര്യം? ഉടനെ പറഞ്ഞു, ഹി ഈസ് സോ ഗ്രേറ്റ് that he created the whole universe and he is so small that he lives in my heart. ദൈവം വലിയ ദൈവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഈ വിശാല പ്രപഞ്ചത്തെ മുഴുവൻ ഉണ്ടാക്കിയ ദൈവം is a great God, but that God is so small that he can live inside my heart. എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വന്ന് വാസം ചെയ്യുവാൻ തക്കവണ്ണം മനസ്സുള്ളവനായ ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവം, അതാണ് ഞാൻ പറഞ്ഞത്. ആ ദൈവം, ഇതെല്ലാം ഉണ്ടാക്കിയവനായ ആ ദൈവം എന്നെ ശോധന ചെയ്യുന്നു ഇൻഡിവിജ്വലായിട്ട്. എല്ലാവരെയും കൂടെ മൊത്തമായിട്ടൊന്ന് കാണുകയല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ നേതൃനിരയിലുള്ള ഒരു വ്യക്തിക്ക് എത്ര പേരെ അറിയാം ആ രാഷ്ട്രത്തിലുള്ള? ഇന്ത്യയിൽ 1.3 ബില്യൺ ജനങ്ങളുണ്ടെന്ന് നമുക്കറിയാം. 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഇന്ത്യയുടെ പ്രസിഡന്റിനോ ഇന്ത്യയുടെ ആർക്കെങ്കിലും ആയിക്കോട്ടെ, അവരിൽ എത്ര പേരെ അറിയാം? എത്ര നമ്പർ ഉണ്ടെന്ന് തന്നെ അവന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. ഓരോ മിനിറ്റിലും ആളുടെ നമ്പർ ഡിഫറൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എവറി മൊമെൻറ്റ്. അത് കമ്പ്യൂട്ടറിനകത്ത് കയറുന്നത് വരെ ഇത് മനസ്സിലാക്കാൻ പോലും കഴിയില്ല. അങ്ങനെ മനുഷ്യൻ എത്ര പരിമിതനാണ്. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ നേതാവിന് അവൻ്റെ രാഷ്ട്രത്തിലെ ആളുകളുടെ 0.0001% ആളുകളെ പോലും പലപ്പോഴും വ്യക്തിപരമായിട്ട് അറിയത്തില്ലെങ്കിൽ, ദൈവത്തിൽ അങ്ങനല്ല. ഈ യൂണിവേഴ്സിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള കോടാനുകോടി ജനങ്ങളുടെ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് അവൻ്റെ കയ്യിൽ അവൻ ശോധന ചെയ്ത് അറിഞ്ഞിട്ടുണ്ട്. ഈസ് നോയിങ് മീ. അവൻ എത്ര വലിയവനാണെങ്കിലും അവൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുവാൻ. 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ സാംസിൽ അടുത്ത ഭാഗം വായിക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ കാണുന്നത്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നെന്ന്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഹി അണ്ടർസ്റ്റാൻഡ്സ് ഓർ ടു ഡിസ്റ്റിങ്വിഷ് ആൻഡ് ഡിസേൺ വിത്ത് ഇൻസൈറ്റ്. അത് ഞാൻ പറഞ്ഞ ആ വാക്കുകളുടെ പ്രത്യേകത ഞാൻ പറയുന്നതാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും, അതിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങൾ, എൻ്റെ ഓരോ ചെറിയ ചലനങ്ങളെയും നീ അറിയുന്നു. ഓരോ ചെറിയ ചലനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അറിയുന്നു എന്ന് പറയുന്നത് ഒളിക്കാൻ നോക്കുന്നവനെ പേടിക്കേണ്ട കാര്യമാണ്. നമുക്ക് പേടിക്കാനുള്ളതല്ല, പക്ഷെ എങ്കിലും അവൻ എന്നെ അറിയുന്നു. ഒളിക്കാൻ നോക്കുന്നവന് ഒളിക്കാൻ പറ്റത്തുമില്ല. പണ്ട് തേങ്ങ മോഷ്ടിക്കാൻ ഒരു അപ്പനും മോനും കൂടെ പോയ ഒരു സ്റ്റോറി ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൻ പറഞ്ഞു, എടാ ഞാൻ തെങ്ങ കയറുമ്പോൾ ആരെങ്കിലും കാണുകയാണെങ്കിൽ വിളിച്ചു പറയണം. തെങ്ങിലെ വള്ളയ്ക്ക് അപ്പൻ കയറി കഴിഞ്ഞപ്പോൾ മോൻ താഴെ നിന്ന് പറഞ്ഞു, അപ്പാ കാണുന്നു. അയാൾ വെള്ളത്തിൽ യാളിങ്ങി ഒഴുങ്ങി. ആരാടാ? എവിടാടാ? അല്ല, കാണുന്നു. ആരാ കാണുന്നേ? ദൈവം. ആര് കാണുന്നു? ദൈവം കാണുന്നു. നാട്ടുകാർ കണ്ടാലും കണ്ടില്ലെങ്കിലും ആര് കാണും? ദൈവം കാണും. ആർക്കും ഒന്നും ഒളിക്കാൻ പറ്റില്ല. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒളിക്കാൻ മനുഷ്യൻ പരിശ്രമിക്കുന്നുണ്ട്. ആദാം തൊട്ടുള്ളവരെല്ലാം പരിശ്രമിച്ചത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിൽ നിന്ന് ഒളിക്കാനാ. നടക്കുകയില്ലെന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ. വാട്ട് ഹി വാസ് ഡൂയിങ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ 7 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം ആദാം എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആദാം ആദ്യം പാപം ചെയ്തിട്ട് ആദ്യം ചെയ്ത കാര്യം ഒളിക്കുക എന്നുള്ളത്. പാപം ചെയ്യുന്ന ഏത് വ്യക്തിയുടെയും ആദ്യത്തെ
ടെൻഡൻസി ഒളിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒളിക്കാൻ പറ്റുമോ? ഒളിക്കാൻ പറ്റില്ല. ആദാമിനോട് കർത്താവ് വന്ന് ചോദിക്കുക, ആദമേ നീ എവിടെ എന്ന് ചോദിക്കുന്നത് ഏത് മരത്തിൻ്റെ പുറകിലാണ് നീ ഒളിച്ചിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല. പണ്ട് എലി വിസൽ എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്, ഒരു നോവൽ പ്രൈസ് വിന്നറാണ് അദ്ദേഹം, ജിവ. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു അതൊരു ബുക്കായിട്ട് തന്നെയുണ്ട്. ആ ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റോറി, ഈ ജർമ്മനിയിൽ അദ്ദേഹം ജർമ്മൻ ജിവ ആയിരുന്നു. നാസി പട്ടാള ക്യാമ്പിൽ ഒരു റബ്ബി അവർ പട്ടാള ക്യാമ്പിൽ പിടിച്ചുകൊണ്ട് പോയി. അപ്പം ഒരു പട്ടാളക്കാരൻ, ചെറുപ്പക്കാരനൊരു പയ്യനാണ്, അവൻ ഈ റിലീജിയസ് കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ഒരാളാണ്. അവൻ കളിയായിട്ട് ഈ റബ്ബിയോട് പറഞ്ഞു, റബ്ബി, ഞാൻ ചെറിയ പ്രായത്തിൽ നിങ്ങളുടെ ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ട്, എൻ്റെ വീട്ടിലൊരു ബൈബിളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം അങ്ങോട്ട് വായിച്ചു പോയപ്പോൾ തന്നെ അവിടെ ആദാമിനോട് ദൈവം ചോദിക്കുക, ആദാമേ നീ എവിടെയെന്ന്. അത് വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, നിങ്ങളൊക്കെ പറയുന്നത് ദൈവം സർവ്വജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, അങ്ങനെയുള്ളൊരു ദൈവം ആദാം എവിടെ ഒളിച്ചിരിക്കുന്ന അറിയാൻ വയ്യാത്ത ആദാമേ നീ എവിടെയെന്ന് ചോദിക്കുന്ന ഒരു ദൈവം അന്ന് ഞാൻ ബൈബിൾ വായിക്കുന്ന നിർത്തിയാണെന്ന് കളിയായിട്ട് പറഞ്ഞു. ഈ റബി ഇവനോട് പറഞ്ഞു, മോനെ പ്രായമുള്ള ആളാണ്, നീ സീരിയസ് ആണെങ്കിൽ ഞാനതിന് ഉത്തരം പറയാം. എന്ന് ചോദിച്ചാൽ എന്താ? അവളെ പറഞ്ഞു, അവളെ ചോദിച്ചിരിക്കുന്ന വാക്ക് നീ എവിടെ എന്നുള്ളത് ഏത് മരത്തിൻ്റെ ചുവട്ടിലാണെന്നല്ല, എവിടെ എന്ന ഹീബ്രു വാക്ക് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള അർത്ഥമാണ്. ആഡം വേർ ആർ യു എന്നല്ല, വൈ, വാട്ട് ഹാപ്പൻ, വേർ ആർ യു, നീ ഇവിടെ എന്താ നീ കാണിച്ചത്, എവിടെയെന്നല്ല, നീ എന്തായി കാണിച്ചതെന്നാ. ദൈവം കാണാതിരിക്കുമൊന്നുമല്ല, ദൈവം കണ്ടിട്ട് ചോദിക്കുകയാണ്, നീ എന്തായി കാണിച്ചത്, ഞാൻ നിന്നെ എവിടെയാണ് ആക്കിയത്, ഇപ്പോൾ നീ എവിടെയാണ്. അതായത് വേർ, വൈ, വാട്ട് എന്നെല്ലാം കൂടെ ചോദിക്കുന്ന ഒരു വാക്കാണ് ഹീബ്രുവിലോട് ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെ, എന്ത്, വാട്ട് ഹാപ്പൻ, വാട്ട്, വൈ, എന്തുകൊണ്ട്, ഇതിനെല്ലാം കൂടെ യോജിക്കുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാ, നീ എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ എവിടെ ആക്കി, ഇപ്പോൾ നീ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അത് വിശ്വാസിയോടും ചോദിക്കുന്ന ചോദ്യം അതാ. ദൈവം നമ്മളെ പുത്രത്വത്തിൽ കൊണ്ടു നിർത്തിയിട്ട് പുത്രന് യോജിക്കാത്ത കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അപ്പൻ ചോദിക്കും, എന്താ മോനെ നീ കാണിച്ചത്. അതൊരു വേദനയിൽ നിന്നുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയാണ് ഇവിടെ പ്രകടമാക്കിയിരിക്കുന്നത്. വിത്ത് എ പെയിൻഫുൾ ഹാർട്ട് ഗോഡ് ഈസ് ആസ്കിങ്, വാട്ട് ഹാപ്പൻ, വൈ യു ഡിഡ് ഇറ്റ്, നീ എന്താ ഈ ചെയ്തത്, നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റി. അല്ലാതെ എവിടാണെന്ന് ഒളിച്ചിരിക്കുന്ന കാര്യമല്ല, അതിൻ്റെ ആവശ്യമില്ല. ഗോഡ് നോസ് എവറിതിങ്. ഒളിക്കാൻ പറ്റില്ല. കയ്യിന് ഒളിക്കാൻ പരിശ്രമിക്കുക. സ്വന്തം സഹോദരനെ കൊന്നു കഴിഞ്ഞിട്ട് അവൻ വന്നു നിൽക്കുമ്പോൾ അവൻ ചിന്തിച്ചു എവറിതിങ് ഈസ് ഫിനിഷ്ഡ്. ഞാനതിനെക്കുറിച്ച് പല മെസ്സേജസിൽ പറഞ്ഞിട്ടുണ്ട്. ആദാം ദൈവത്തെ അവൻ്റെ ലോകത്തിൽ നിന്ന് ഓടിച്ചു വിട്ടു. എന്നാൽ കയീൻ ദൈവത്തെയും മനുഷ്യനെയും അവൻ്റെ ലോകത്തിൽ നിന്ന് ഓടിച്ചു വിട്ടു. ഇതാ സംഭവിക്കുന്നത്. ആദാം പറഞ്ഞു, ഐ ക്യാൻ ലിവ് മൈസെൽഫ്. ദൈവത്തെ പോലെ ആകാനാണ് അവൻ എന്ത് ചെയ്തത്? പഴം പറിച്ചു. അതായത് എനിക്കിനി ദൈവത്തിൻ്റെ ആവശ്യമില്ല. ഐ ക്യാൻ ബിക്കം ലൈക്ക് ഗോഡ്. ഇഫ് ഐ ക്യാൻ ബിക്കം ലൈക്ക് ഗോഡ്, then why I need God? He was denying God. അവൻ ദൈവത്തെ നിഷേധിക്കായിരുന്നു. അതുകൊണ്ടാണ് ആദം പഴം പറിച്ചു എന്നല്ല. അതെ, നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്ന പോലെ ഒരു പഴം പറിച്ചു എന്നതിന് ഇത്രയും വലിയ ശിക്ഷ കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പല ആളുകളൊക്കെ ചോദിക്കാറില്ലേ, ആദാം എന്തോ ഇത്ര വലിയ തെറ്റ് ചെയ്ത് ഒരു പഴം തിന്നരുതെന്ന് പറഞ്ഞാൽ അവൻ അറിയാതെ അങ്ങ് തിന്നുപോയി. അതിനാണോ ഇത്രയും വലിയ തെറ്റെല്ലാം, ഇത്രയും വലിയ ശിക്ഷ ദൈവം കൊടുത്തത്? നോ, അത് വെറുതെ ഒരു പഴം പറിച്ചു നിന്ന കേസല്ല ഇത്. എന്താണ്? He was denying God and asking God to get out of his life. അവൻ്റെ ജീവിതത്തിൽ നിന്ന്, ജീവനിൽ നിന്ന്, അവൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്ന് ദൈവത്തെ പുറത്തു നിർത്തുകയായിരുന്നു. He wanted to be independent from God. അതാ അവളെ ചെയ്തത്. അത് നമ്മളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ഒരുത്തനൊരു വാചകം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ ഡോണ്ട് നീഡ് ഗോഡ് ടു ഇൻ്റർഫിയർ ഇൻ മൈ ലൈഫ് എന്നാ. അല്ലാതെന്താ? ആൻഡ് ഹി വാണ്ടഡ് ടു ബിക്കം ലൈക്ക് ഗോഡ്. ഇത് ആദാമിന് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല.
എന്നും മനുഷ്യൻ ദൈവത്തെ നിഷേധിച്ച് സ്വന്തം ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ദൈവത്തെ കയറ്റാതെ. എൻ്റെ ലോകത്തിൽ ദൈവം കയറാൻ പാടില്ല. I will do what I want to do. I don't want God to interfere in my life. ഇതല്ലേ പറയുന്നത്? ഇതല്ലേ സാധാരണ ഒരു പാപി പറയുന്ന കാര്യം? എന്താണ്? I will do what I want to do. I don't want God to interfere. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട, ദൈവം ഇടപെടണ്ട. What happens? He is denying God. അതാണ് പാപം. That is sin. Sin is acting independently. Sin is being independent from God. ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാവുന്നതാണ് യഥാർത്ഥത്തിൽ പാപം എന്ന് പറയുന്നത്. അതാണ് ആദം ചെയ്തത്. എന്നാൽ കയ്യീൻ വന്നപ്പോൾ അവൻ കുറച്ചുകൂടെ കൂടുതലാക്കി. അതായത് എൻ്റെ കാര്യത്തിൽ ദൈവം ഇടപെടണ്ട, എൻ്റെ കാര്യത്തിൽ എൻ്റെ സഹോദരനും ഇടപെടണ്ട. ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗാഡ് ആൻഡ് ഓൾസോ ഫ്രം മാൻ. ദൈവത്തിൽ നിന്നും സഹോദരനിൽ നിന്നും ഹൈഡ് ചെയ്യാൻ, ഒളിച്ചോടാനായിട്ട് ആണ് കയ്യീൻ പരിശ്രമിച്ചത്. പക്ഷെ നടക്കുമോ? നോ, ഹി കനോട്ട്. അവനെ ഒളിക്കാൻ പറ്റില്ല. അവൻ നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവൻ അറിയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു പാപിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വാർണിംഗ് ആണ്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എൻകറേജ്മെൻറ്റാണ്. ഓ, ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും എല്ലാം കർത്താവ് അറിയുന്നുണ്ടല്ലോ. രണ്ടും പറയുന്നതിൻ്റെ ഡിഫറൻസ് ഉണ്ടോ? ആ ടോണിൻ്റെ ഡിഫറൻസ്. പക്ഷെ ദൈവം അറിയുന്നു എന്നുള്ളതാണ്. ദാവീദ് ഒളിക്കാൻ പരിശ്രമിച്ചു, നടന്നോ? ഇല്ല. നാഥാൻ പ്രവാചകനെ വിളിച്ചിട്ട് കർത്താവ് ചെന്ന് പറയാം, ആ മനുഷ്യൻ നീ തന്നെ, യു ആർ ദാറ്റ് പേഴ്സൺ. He cannot hide himself from God. ദൈവത്തിൽ നിന്ന് ഒളിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. He cannot hide anything from God. അവൻ എല്ലാം അറിയുന്നു. രണ്ടാമത്തെ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും, മൈ ഡൗൺ സിറ്റിങ്സ് ആൻഡ് മൈ അപ്രൈസിങ്സ്, എൻ്റെ ജീവിതത്തിൻ്റെ താഴ്ചകളെയും ഉയർച്ചകളെയും എല്ലാം അവൻ അറിയുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ മനോഭാവങ്ങളെല്ലാം അവൻ അറിയുന്നു. എൻ്റെ നിരൂപണങ്ങൾ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ്, എൻ്റെ നിരൂപണങ്ങൾ എന്താണ്? ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ദൂരത്ത് നിന്ന്, അതായത് എൻ്റെ നിരൂപണം നടന്നിട്ടല്ല, ഞാൻ നിരൂപിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ കാര്യങ്ങളെ അറിയുന്നു. അല്ലേ? ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. നമ്മൾ സാധാരണ പറയുമല്ലോ, മനസ്സിൽ കാണുന്നതിന് മുമ്പ് തന്നെ മരത്തിൽ കാണും. നീ മനസ്സിൽ കാണുന്നതിന് മുമ്പ് ഞാൻ മരത്തിൽ കാണാണെന്ന് പറയുന്നുണ്ട്. അതൊന്നും മനുഷ്യനെ പറ്റുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ എന്താണ്, ശരിക്കും ദൈവത്തിൻ്റെ കാര്യത്തിൽ അത് കറക്റ്റാണ്. എന്ത്? നമ്മൾ എൻ്റെ ചിന്തകളെ ഞാൻ അറിയും മുമ്പ് അവൻ അറിയുന്നു. അതായത് എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എൻ്റെ ചിന്ത എന്താണെന്നുള്ളത് അവൻ അറിയാം. എൻ്റെ ചിന്തകളെ മാത്രമല്ല, ഞാൻ എന്ത് ചിന്തിക്കുമെന്ന് പോലും അവനറിയാം. അവനെൻ്റെ ചിന്തകളെ അറിയാം, പക്ഷേ ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചിന്തിക്കുമെന്നുള്ളത് പോലും അവന് അറിയാം. ഞാൻ ഉയരുമ്പോൾ എന്ത് ചിന്തിക്കുമെന്നും താഴുമ്പോൾ എന്ത് ചിന്തിക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ടാണ് ചിലപ്പം നമ്മളെ താഴ്ത്തുന്നത്. കാര്യം ഉയർത്തിയാൽ ചിലപ്പം എൻ്റെ ചിന്തയൊക്കെ മാറി എന്നിരിക്കും. അതുകൊണ്ട് ചിലപ്പം ദൈവം എന്നെ താഴ്ത്തി എന്നിരിക്കും. അതുകൊണ്ട് എൻ്റെ താഴ്ചകൾക്ക് വേണ്ടിയും ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം ദൈവികതയിൽ നിന്ന് മാറുന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിൽ നാളെ ഉണ്ടാകാതിരിക്കേണ്ടതിന് ഉയർച്ചയിൽ നിന്ന് എന്നെ താഴ്ചയിലേക്ക് ദൈവം തള്ളിയിട്ടാലും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. അടുത്ത 3-ാമത്തെ വാക്യത്തിൽ എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. ഇവിടെ ശോധന എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്, ആദ്യത്തെ ശോധന എന്ന് പറയുന്നത്, 1-ാമത്തെ വാക്യത്തിൽ ശോധന എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ശോധന ചെയ്യുക. 2-ാമത്തെ അറിയുന്നു, അണ്ടർസ്റ്റാൻഡ്സ്, നോവത്ത് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ഓൾ ദി ആസ്പെക്ട്സ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാം അവൻ ഒരുപോലെ അറിയുന്നു. ഒരു റോ ഡാറ്റ എടുത്ത് നോക്കുക അല്ല, എവ്രി ഡീറ്റെയിൽസ് അവൻ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും അവൻ ശോധന ചെയ്യുന്നു എന്ന് പറയുന്ന എൻ്റെ നടപ്പും കിടപ്പും അവൻ ശോധന എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പാറ്റിക്കൊഴിക്കുക എന്നൊക്കെ പറയുന്നത്, വിന്നോയിങ് ഗ്രെയിൻ. നമ്മൾ എന്താണ്, അരിയിലും മറ്റും ഉള്ള മറ്റുള്ള കാര്യങ്ങൾ, പതിരും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പാറ്റി മാറ്റുക എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാതെ അറിയുന്നു എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മെറ്റൽ ടെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചോ, ടെസ്റ്റിംഗ് മെറ്റൽ, ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ നടപ്പിലും കിടപ്പിലും ഉള്ള പതിര്
അവൻ ശോധന ചെയ്തിട്ട് എൻ്റെ കുറവുകളെ അവൻ പെറുക്കിക്കളയുന്നു. അപ്പോൾ അതിനകത്ത് നന്മയുണ്ട്. പേടിക്കാൻ ഉള്ള കാര്യം മാത്രമല്ല, എന്താണ്? എൻ്റെ ജീവിതത്തിലെ എൻ്റെ നടപ്പും കിടപ്പും അവൻ ശോധന ചെയ്തിട്ട് വരുന്ന ഓരോ പാളിച്ചകളെയും അവൻ എന്ത് ചെയ്യുന്നു? മാറ്റിക്കളയുന്നു, പാറ്റിക്കളയുന്നു അല്ലേ? അതുപോലെ ഒരു മെറ്റല് അല്ലെങ്കിൽ സ്വർണം ആണെങ്കിലും ഉരുക്കിയിട്ട് അതിനകത്ത് നിന്നുള്ള ബ്ലമിഷെല്ലാം, കീടനെല്ലാം മാറ്റിക്കളയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ അടിഞ്ഞു കിടക്കുന്ന എല്ലാ കീടനെയും എല്ലാ ബ്ലമിഷും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റിക്കളയുന്നു. അടുത്ത വാക്യത്തിൽ എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. എൻ്റെ വഴികളൊക്കെ, ആ മൂന്നാമത്തെ വാക്യം, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. All my ways of my life, all the ways of my life. ഞാൻ ഇരിക്കുന്നത് അറിയുന്നു, എഴുന്നേൽക്കുന്നത് അറിയുന്നു, നിരൂപിക്കുന്നത് അറിയുന്നു, നടക്കുന്നത് അറിയുന്നു, കിടക്കുന്നത് അറിയുന്നു. അതുപോലെ എൻ്റെ വഴികൾ, എൻ്റെ പ്രൈവറ്റ് ലൈഫ് അവൻ അറിയുന്നു, എൻ്റെ പബ്ലിക് ലൈഫ് അവൻ അറിയുന്നു, എല്ലാം അവൻ അറിയുന്നു. എൻ്റെ ലൈഫ്, മൈ ലൈഫ് ഇൻസൈഡ് ആൻഡ് മൈ ലൈഫ് ഔട്ട്സൈഡ്, ഇതെല്ലാം എൻ്റെ ഇൻറ്റൻഷൻസ്. വഴികളെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഇൻറ്റൻഷൻസ്, പൊതുജനം എൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? എൻ്റെ ഇൻറ്റൻഷൻസ് പോലും അറിയുന്നുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ കിടക്കുന്ന ഇൻറ്റൻഷൻസ്, അതൊരു പക്ഷേ ഒരു മനുഷ്യന് മനസ്സിലാകത്തില്ല. ഒരു പക്ഷേ ഇപ്പം മറ്റുള്ളവർ നോക്കുമ്പോഴത്തേക്ക് ഞാനൊരു നല്ല കാര്യം ചെയ്തു, പക്ഷേ നല്ല കാര്യം ആയിരിക്കണം നിർബന്ധമില്ല. എൻ്റെ ഇൻറ്റൻഷൻ വ്യത്യാസമായിരിക്കും. ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പം ഞങ്ങളുടെ ചർച്ചിൽ ഇപ്പം ഞാൻ ഇതൊരു ഉദാഹരണം പറയുന്നതൊന്നും ശരിയല്ല കേട്ടോ, ഈ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അല്ല പറയുന്നത്. ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഇലക്ഷൻ ഉള്ളെന്നിരിക്കട്ടെ, ഇപ്പം ചർച്ചിലെല്ലാം ഇലക്ഷനും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ സഭയുടെ സെക്രട്ടറി ആണെന്നെങ്കിൽ വെക്കുക. ഇന്ന് വരെ ദൈവത്തിൻ്റെ കരുണയാൽ അങ്ങനെയൊന്നും ആയിട്ടില്ല. ഇനി അങ്ങനെ ആകാതിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയും വേണം. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഞാൻ ഇടപെട്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചർച്ചിൻ്റെ സെക്രട്ടറി ആണെന്നെങ്കിൽ വെക്കുക. പക്ഷേ ഭരണപക്ഷത്ത് ഞാനിരിക്കുമ്പോൾ എന്നാണെങ്കിലും ഒരു പ്രതിപക്ഷമുണ്ടല്ലോ. ഏത് സഭയിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണല്ലോ, ഭരണപക്ഷമുണ്ട് പ്രതിപക്ഷമുണ്ട്. ഭരണപക്ഷത്തിൽ ഞാൻ സെക്രട്ടറി ആയിരിക്കുന്നു, പക്ഷേ പ്രതിപക്ഷത്തിനൊരു നേതാവുണ്ട്. അവൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നന്മ പറഞ്ഞാലും തിന്മ പറഞ്ഞാലും എതിർക്കും. അതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തോ പറഞ്ഞാലും, ഞാൻ എന്തോ പറഞ്ഞാലും ഇവനെന്ത് ചെയ്യും? അതിനെതിര് പറയും. എന്ത് സഭയിൽ എന്തോ പരിഷ്കാരം കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിച്ചാലും അതിന് ഈ പാർട്ടി എതിര് പറയും. ഞാനങ്ങ് മടുത്തു. അങ്ങ് ഇരിക്കെ പ്രതിപക്ഷ നേതാവിൻ്റെ കൊച്ചിൻ്റെ കിഡ്നി പ്രശ്നമായി, എന്തോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്ത കൂട്ടത്തിൽ പെട്ടെന്നൊരു സർജറി അല്ലെങ്കിൽ ഒരു ഇത് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അവരുടനെ തന്നെ 50,000 രൂപ കെട്ടിവെക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ എല്ലായിടത്തു നിന്ന് ഓടി നടന്ന് പൈസ എല്ലാം നോക്കിയിട്ട് 30,000 രൂപയെ കിട്ടിയുള്ളൂ. ഒരു ഉദാഹരണം പറയാം. 20,000 രൂപയുടെ വേണം. 20,000 രൂപ കെട്ടിവെച്ചെങ്കിലേ കൊച്ചിൻ്റെ ജീവൻ അപകടത്തിലാണ്. അങ്ങനെ ഇരിക്കെ അവൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നിങ്ങളുടെ സഭയുടെ സെക്രട്ടറിയുണ്ട്, അയാളെ പൂത്ത കാശുണ്ട്, നീ ചെന്നിട്ടൊന്ന് ചോദിക്കണം, അയാൾ തരും. ഇവൻ ആദ്യം പറയുന്നത്, എൻ്റെ കൊച്ചി അത്താലും വേണ്ടിയില്ല, അവൻ്റെ പുറകെ ഞാൻ പോകത്തില്ലെന്നാ. അങ്ങനത്തെ പാർട്ടിയാണ്. ഒടുവിൽ പിന്നെ ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, കൊച്ചിൻ്റെ ജീവനാണ് വലുത്, അതുകൊണ്ട് നീ അങ്ങനെ അടുത്ത് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തരുവടാ. അപ്പോൾ അങ്ങനെ ഈ പ്രതിപക്ഷ നേതാവ് എൻ്റെ വീട്ടിൽ വന്ന് വെല്ലൊക്കെ അടിച്ച് ഞാൻ തുറന്നു പോകും. ബ്രദറെ വിളിക്കുന്നുണ്ടാണ്, ബ്രദറെ. മനസ്സിലങ്ങനൊന്നും ഇല്ല, എന്നാലും ബ്രദറെ എന്തുകൊണ്ട് വിശേഷം എന്ന് പറഞ്ഞ്, സാറേ ഞാൻ വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വിഷയം. തോമസ് ഊട്ടി ബ്രദർ പറഞ്ഞായിരുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചുമ്മാ പറയുന്നതാ. മിക്കപ്പോഴും ഈ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നൊക്കെ പറയുന്നതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് വേണം, ഇത് ശരിയാണോ, വെറുതെ പറയരുത്. ഇല്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറ, ഒന്നും മിണ്ടാതിരിക്കുകയെങ്കിലും ചെയ്യുക. ഇത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എങ്ങനെയുണ്ട് ഇപ്പോൾ എന്നെ പറഞ്ഞ്, സാറേ ഒരു സർജറി പെട്ടെന്ന് വേണമെന്നാണ് പറഞ്ഞത്. ഓക്കെ സാറേ, ഇപ്പം 50,000 രൂപ ഉടനെ കെട്ടി വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ എല്ലായിടത്തും കൂടെ പോയി നോക്കിയിട്ട് 30,000 രൂപ കിട്ടിയുള്ളൂ. ഒരു 20,000 രൂപയുടെ കിട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നു. സാറിൻ്റെ ഉണ്ടെങ്കിൽ ഓക്കെ ആട്ടെ ബ്രദറെ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ലേ നമ്മൾ സഹോദര സ്നേഹം നമ്മൾ അറിയുന്നത്, ഞാൻ തരാം ബ്രദറെ എന്ന് പറഞ്ഞ് ഞാൻ അകത്ത് പോയി പൈസ എടുത്തു കൊടുത്തു.
അപ്പോൾ ഇവൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞാൽ നീ അയാളെക്കുറിച്ച് എന്തെല്ലാം അപവാദം പറഞ്ഞാളെന്ന്. പക്ഷേ നിൻ്റെ മോനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ സഹായിച്ചതാരാ? അയാളല്ലേ. അയാൾ ഹൃദയത്തിൽ ശുദ്ധിയുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഈ കാശ് തരുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളൊരു ഹൃദയശുദ്ധിയുള്ള ആളാണ്. അപ്പം നാട്ടുകാരൊക്കെ എന്നെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നത് എന്താ? ഞാൻ ഹൃദയശുദ്ധിയുള്ള ആളാണ്. പക്ഷെ സത്യം അതല്ല. ഞാൻ എന്തുകൊണ്ടേ കാശ് കൊടുത്തെന്നറിയാമോ? മറ്റൊന്നുമല്ല, 20,000 ഒക്കെ പോകുന്നേ പൊക്കോട്ടെ, എന്നാലും അടുത്ത കമ്മിറ്റിൻ്റെ ആൾ ഇല്ലാതിരിക്കുമല്ലോ എന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ ഇത് 20,000 തന്നില്ലെങ്കിൽ വേണ്ട പോട്ടെ, പക്ഷേ അടുത്ത കമ്മിറ്റിയിൽ എന്ത് ചെയ്തോളും? അപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നാട്ടുകാർക്ക് കഴിയുന്നില്ല. പക്ഷെ കർത്താവ് എന്ത് ചെയ്യുന്നു? എൻ്റെ ഇൻറ്റൻഷൻസ് പോലും അറിയുന്നു. അതുകൊണ്ട് ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തരോടും ഒരു വ്യക്തിയെക്കുറിച്ചൊരു വാക്ക് പറയുമ്പോഴൊക്കെ ഹൃദയത്തിലൊന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ ആ വ്യക്തിയെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ? എപ്പോഴാണ് നമുക്കൊരാളുടെ കുറ്റം പറയാൻ കഴിയുന്നതെന്നറിയാമോ? കർത്താവ് ധനികനായ ഒരു യുവാവിനെ കണ്ടു. നിത്യജീവനെക്കുറിച്ച് അവർ സംസാരിച്ചു. അവനോട് ചോദിച്ചു, നീ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നു? അവൻ പറഞ്ഞു, ഞാൻ ചെറുപ്പം മുതൽ തന്നെ ഈ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നുണ്ട്. കർത്താവ് അവനെ നോക്കി. ഈ കാലത്ത് ഇങ്ങനെയൊരു ചെറുക്കനെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കൽപ്പനകളെല്ലാം അനുസരിക്കുന്നു പറഞ്ഞു. അവൻ നല്ല ചെറുക്കനാണ്. കർത്താവ് അവനെ നോക്കി. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിനെന്നറിയാമോ? അവനെ സ്നേഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്കൊരു കുറവ് പറയാനുണ്ടെങ്കിൽ എപ്പോഴാണത് പറയാനുള്ള അധികാരം എനിക്കുണ്ടാകുന്നറിയാമോ? പിന്നെ ഐ ലവ് ഹിം. നമ്മളെപ്പോഴാണ് കുറവ് പറയുന്നത്? ഒരാളോട് ദേഷ്യം തോന്നുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിന്നെ എനിക്ക് നേരത്തെ തന്നെ അറിയാം. ദേഷ്യം വരുമ്പോഴാണ് നമ്മൾ ഒരാളുടെ കുറവ് പറയുന്നത്. പക്ഷെ കർത്താവ് ഒരു വ്യക്തിയുടെ കുറവ് പറഞ്ഞത് എപ്പോഴാണ്? സ്നേഹിച്ചപ്പോൾ. ഒരു വ്യക്തിയുടെ കുറവ് പറയുവാൻ എനിക്ക് അവകാശം ഉണ്ടാകുന്നത് ഞാൻ ആ വ്യക്തിയെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് സ്നേഹിക്കുമ്പോൾ മാത്രമാണ്. അല്ലേ പറ്റില്ല. അപ്പം എൻ്റെ ഇൻറ്റൻഷൻസ് പോലും അവൻ അറിയുന്നു. ദൈവം മുഴുവനും അറിയുന്നു. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. മുഴുവനും അറിയാതെ എൻ്റെ ആക്ഷൻസ്, ലൊക്കേഷൻസ്, തോട്ട്സ്, വേയ്സ്, മോട്ടീവ്സ്, വേർഡ്സ് എല്ലാം അവൻ അറിയുന്നു. എൻ്റെ പ്രവൃത്തി അവൻ അറിയുന്നു. ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ ലൊക്കേഷൻ അവൻ അറിയുന്നു. എൻ്റെ തോട്ട്സ്, എൻ്റെ ചിന്തകളെ അവൻ അറിയുന്നു. എൻ്റെ ഇൻറ്റൻഷൻസ് അവൻ അറിയുന്നു. എൻ്റെ മോട്ടീവ്സ്, എന്ത് ലക്ഷ്യത്തോടെയാണ് ഞാൻ ഓരോ കാര്യവും ചെയ്യുന്നതെന്നുള്ളത് അവൻ അറിയുന്നു. എൻ്റെ വേർഡ്സിനെ കുറിച്ചാണ് പറയുന്നത്, നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല. ഞാൻ പറയുന്നതെല്ലാം അവൻ അറിയുന്നു എന്ന് മാത്രമല്ല, ഈ വാക്കുകൾക്കൊക്കെ ഞാൻ കണക്ക് കൊടുക്കേണ്ടവനാണെന്നുള്ള ബോധ്യത്തോടുകൂടെ അവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ പുറത്ത് പോകാൻ പാടില്ല. മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനാലും അവൻ വിധിക്കപ്പെടും. നിസാര വാക്ക്, കെയർലെസ് വേർഡ്സ്, അത് പുറത്ത് ചാടുന്ന വാക്കുകൾ ഞാൻ ആരാണെന്നുള്ളത് തെളിയിക്കുന്ന വാക്കുകളാണ്. കെയർഫുള്ളായിട്ട് സംസാരിച്ചാൽ നമ്മൾ ആരാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഭയങ്കര കെയർഫുള്ളായിട്ട്, നമ്മൾ ചിലപ്പോൾ പറയുമല്ലോ, നീ സംസാരിക്കുന്ന വളരെ കെയർഫുള്ളായിട്ട് സംസാരിക്കണമെന്ന്. പക്ഷെ നേരെ തിരിച്ചാ, കെയർഫുള്ളായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയത്തില്ല, ഇല്ലേ? പെട്ടെന്ന് ചാടി വരുന്ന വാക്കുകളാണ് ഞാൻ ആരാണെന്നുള്ളത് തിരിച്ചറിയിക്കുന്നത്. അതുപോലെ ഇവിടെ ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ നിന്ന് വരരുത്. ഞാനതിൻ്റെ ആ ഓപ്പോസിറ്റ് സൈഡ് പറയുകയാണ്. ഇപ്പോൾ ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു കമ്പനിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിയുമ്പോൾ CEO ചിലപ്പം വന്ന് പറയുകയാണെന്ന് വെച്ചു, ഞാൻ അറിയാതെ ഒരൊറ്റ എൻ്റെ അപ്രൂവൽ ഇല്ലാതെ ഒരു പേപ്പർ പോലും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞെന്ന് വെച്ചു. നോർമൽ വേയിൽ ഒരു കമ്പനിയിലെ എന്തെങ്കിലും ഡീലിങ്സിനൊന്നും ഈ CEOയുടെ അപ്രൂവലും ഒന്നും വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ല. CEOയ്ക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഈസ് എ ബിഗ് ഗായ്. അവിടെ കാര്യങ്ങൾ നോക്കാൻ മാനേജേഴ്സ് ഉണ്ട്, അക്കൗണ്ടൻസ് ഉണ്ട്, ചെയ്യാൻ ആളുകളുണ്ട്. CEO ഇതിനകത്തൊന്നും ഇടപെടേണ്ട കാര്യമൊന്നും
ഇല്ല. അത് തന്നെയല്ല, ഒരു കമ്പനിയുടെ സിഇഒയ്ക്കൊന്നും ഒരു ഡേ ടു ഡേയിൽ ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം തീരുമാനിച്ച് അങ്ങനെ നടക്കുന്ന കാര്യമാണോ? വെൻ ദ കമ്പനി ഈസ് എ ബിഗ് കമ്പനി, നാച്ചുറലി ഒരു സിഇഒയ്ക്കൊന്നും അന്വേഷിക്കാൻ അയാൾ പോളിസി മാറ്റേഴ്സിലൊക്കെ ഇടപെടാറുള്ളൂ, ഇല്ലേ? കാര്യം അയാൾ പരിമിതനാണ്, അയാൾക്ക് ഇതിനകത്ത് എല്ലാം കൂടെ ഇടപെടാൻ കഴിയില്ല. പക്ഷേ ദൈവം പറയുന്നത് എന്നാണെന്നറിയാമോ? ഒരു ചെറിയ വാക്ക് എൻ്റെ വായിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ അവൻ അറിയണമെന്ന്. സിഇഒ അറിയാതെ ഒരു വാക്കും ഒരു കടലാസും പുറത്തു പോകരുതെന്നൊരു കമ്പനി പറയാൻ പറ്റത്തില്ല. സിഇഒ അതിനൊക്കെ വളരെ മുകളിലുള്ള ആളാണ്. പക്ഷെ നമ്മുടെ ദൈവം അത്രയും മുകളിലുള്ള ആളാണെങ്കിലും അവൻ അറിയാതെ ഒരു വാക്കും എൻ്റെ വായിൽ നിന്ന് പുറത്തു പോകാൻ പറ്റത്തില്ല. ഹീ നോസ് മീ, അവൻ അറിയുന്നു. കാര്യം എൻ്റെ ഓരോ വാക്കിനും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടവനാണ്, എൻ്റെ ഓരോ പ്രവൃത്തിക്കും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്, ഞാൻ അക്കൗണ്ടബിൾ ആണ്. അതുകൊണ്ട് അവൻ അറിയുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് എപ്പോഴും എനിക്കുണ്ടായിരിക്കണം. എൻ്റെ ഓരോ വാക്കും അവന് അറിയുന്നുണ്ട്, എൻ്റെ ഓരോ പ്രവൃത്തിയും അവൻ അറിയുന്നുണ്ട്. ഒരു ദിവസം ഞാനിതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും. ഞാനൊരു 25 വർഷം മുമ്പ് ഒരു മാഗസിൻ ഇങ്ങനെ വായിച്ചപ്പോൾ ബോംബെയിലുള്ള സെലിബ്രിറ്റീസിനോട് ആ മാഗസിൻ്റെ അവർ ചോദിച്ചിരിക്കുന്ന ജേർണലിസ്റ്റ് ചോദിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ്. അതിനകത്ത് ഒരു ചോദ്യം, do you believe that there is a God who is taking account of everything and will ask you when you reach there? നിങ്ങൾ അങ്ങ് ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്ത ഓരോ കാര്യത്തിനും കണക്ക് ചോദിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? 10 പേരെങ്ങാണ്ട് അതിനകത്ത് ഇൻ്റർവ്യൂവിനകത്തുണ്ട്. അതിനകത്ത് ഒരു സ്ത്രീ മാത്രം, ഒരു സെലിബ്രിറ്റി, അന്നത്തെ കാലത്തുള്ള ഒരു മാഗസിനാണ്. അതിനകത്ത് ഒരാൾ മാത്രമേ പറഞ്ഞു, യെസ് ഐ ഡു ബിലീവ് ദാറ്റ് ദെയർ ഇസ് എ ഗാഡ് ഹു സിറ്റ് ഇൻ ദ ഹൈറ്റ്സ് ആൻഡ് സീക്കിംഗ് ആൻഡ് സീയിങ് എവറിഥിങ് ദാറ്റ് ഐ ഡു. എല്ലാം കുറിച്ചു വെക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന്. ബാക്കി 9 പേരും പറഞ്ഞത്, ഓ ഗാഡ് ഈസ് സോ ബിഗ് ദാറ്റ് ഹി ഈസ് നോട്ട് ടേക്കിംഗ് കെയർ ഓഫ് എനിത്തിങ് ദാറ്റ് വി ഡു. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കാനൊന്നും ദൈവത്തിന് നേരമില്ലെന്നാണ്. പക്ഷെ അങ്ങനല്ല, ഹി ഈസ് സോ ബിഗ്, ദാറ്റ് ഈസ് ട്രൂ. പക്ഷേ അവൻ അറിയാതെ ഒരു വാക്ക് പോലും പുറത്തു പോകാൻ കഴിയില്ല. അത്രയ്ക്കും അവൻ എല്ലാ കാര്യങ്ങളെയും അറിയുന്നുണ്ട്. അവൻ്റെ ഓംനി പ്രസൻസ്. എൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലം കൈ എന്നെ പിടിക്കും. ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ മെടഞ്ഞു. നോക്കുക, അവൻ്റെ സർവ്വസാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ആ സർവ്വസാന്നിധ്യം എന്നെ ഭീതിപ്പെടുത്താൻ വേണ്ടിയുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും ഒരു വിജാതീയ പശ്ചാത്തലത്തിൽ ദൈവം അടുത്തു വരാനായിട്ട് ആളുകൾക്ക് താല്പര്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലരും അല്ലെങ്കിൽ വിജാതീയ പശ്ചാത്തലത്തിൽ ഒരുത്തൻ ദൈവത്തെ വിളിക്കുന്നത് തന്നെ, ദൈവമേ ഞാൻ നേർച്ച ചെയ്തോളാം, കഴിച്ചോളാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തോളാം, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ വേണ്ടിയാണ്. അതായത് ഞാൻ ജീവിച്ചോളാം, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തോളാം, പക്ഷേ എന്നെ ഉപദ്രവിക്കാൻ വരരുത്. അതിനാണ് ഈ നേർച്ച കാഴ്ചകളും കുറച്ച് നന്മ പ്രവൃത്തിയും എല്ലാം ചെയ്യുന്ന എന്തിനാണ്? ദൈവം ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അല്ലേ? ഇന്ന് വന്ന് ചിലപ്പം വിശ്വാസികളിലും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. കാര്യം ഗൈഡൻസ് ഒന്നും ദൈവത്തോട് ചോദിക്കുകയോ ദൈവം അറിയുന്ന അതൊന്നുമല്ല. കർത്താവേ, എനിക്ക് നല്ല ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുക, കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകുന്നു, പിന്നെ ഇതിനിടയ്ക്ക് നീ ഉപദ്രവിക്കാൻ വന്നേക്കരുത്, അതിന് വേണമെങ്കിൽ ഞാൻ ആരാധനയ്ക്ക് വന്നോളാം എന്ന് പറയുന്നവരുമുണ്ട്. വേണമെങ്കിൽ സ്വത്രാഴ്ച ഇടും, വടക്കേ ഇന്ത്യയിലെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി ചില പൈസയും കൊടുത്തുന്നിരിക്കും. എന്തിനാ? ദൈവം ഈ കാര്യത്തിലൊന്നും ഇടപെടാതിരിക്കാൻ. അതായത് അവരുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തുന്ന കാര്യം. ഇപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ഇതാണ്. ഇപ്പം നമ്മൾ ഒന്ന് പ്രസംഗിക്കുമ്പോഴും ആൾക്കാരുടെ ചിന്ത എന്നാണെന്നറിയാമോ? വന്നിരുന്ന് തന്നേക്കാം, പക്ഷേ രൂപാന്തരപ്പെടാനൊന്നും പറയരുത്. രൂപാന്തരപ്പെടേണ്ടാത്തതായ ഏത് സന്ദേശവും കേൾക്കാൻ ആളുകൾക്ക് ഇഷ്ടമാണ്. എനിക്ക് ചേഞ്ച് വേണ്ടാത്തതായ ഏത് സന്ദേശവും കേൾക്കാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ പ്രവാചകന്മാരെ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. അവരാരും വന്നിട്ട് ഒരു ചേഞ്ച് വേണമെന്ന് പറയത്തില്ലല്ലോ.
നിന്നെ വാലല തലയാക്കും, 2016 9-ാം മാസത്തിൽ നിനക്ക് വേണ്ടി ഒരു നന്മ ഒരുക്കിയിരിക്കുന്നു. ഇതൊക്കെയല്ല ഉള്ളത്. നമ്മൾ മാറാനൊന്നും പറയത്തില്ലല്ലോ. നിൻ്റെ അസൂയ മാറിയാലേ നീ രക്ഷപ്പെടത്തുള്ളൂ എന്ന് പറയത്തില്ലല്ലോ. നമ്മൾ അസൂയയോ പകയോ പിണക്കമോ നിൻ്റെ സഹോദരിയോട് നീ മിണ്ടാത്തത് എന്തുകൊണ്ട് എന്ന് ഏത് പ്രവാചകനാണെന്ന് ചോദിച്ചിട്ടുള്ളത്? നീ കഴിഞ്ഞ 6 മാസമായി നിൻ്റെ സഹോദരിയോട് മിണ്ടാതെ നിൻ്റെ ഹൃദയത്തിൽ കൈപ്പോടെ ഇരിക്കുന്നത് ഞാൻ കാണുന്നു. അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു പ്രവാചകൻ വന്ന് നിങ്ങൾ സഭയെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? അതെന്താ? അതൊക്കെ ദൈവം വെളിപ്പെടുത്തത്തില്ലയോ? നിന്നെ വാലല്ല തലയാക്കുമെന്നല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ലല്ലോ. അത് കാര്യം നിങ്ങൾക്കത് മതി, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പ്രവാചകന്മാരെ മാത്രം കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. ഓരോരുത്തർക്ക് വേണ്ടത് കൊടുക്കാൻ, അതിനല്ല ദൈവം വിട്ടിരിക്കുന്നത്. ദൈവം ഒരു പ്രവാചകനെ അയക്കുന്നത് മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാനല്ല, മനുഷ്യർക്ക് ആവശ്യമുള്ളത് കൊടുക്കാനാണ്. പക്ഷെ ഇന്ന് എന്തോ പ്രവാചകന്മാർ വന്ന് മനുഷ്യർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് പ്രവചിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടമായതുകൊണ്ടാണ് ഇവരിങ്ങനെ പ്രവചിക്കുന്നത്. നിന്റെ കൂട്ടത്തിൽ ആരാധിക്കുന്ന വ്യക്തിയുമായി നീ മിണ്ടാതിരിക്കുന്നത്, 6 മാസമായിട്ട് മിണ്ടാതിരിക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? പക്ഷെ അത് പറയുന്ന പ്രവാചകനെയാണ്, അവനാണ് യഥാർത്ഥ പ്രവാചകൻ. നമ്മുടെ കുറവുകളെ മനസ്സിലാക്കുന്ന. അപ്പോൾ നമ്മളുടെ ദൈവം നമ്മളെ മുഴുവനായും അറിയുന്നു എന്നുള്ള ധാരണ അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ ഒരു വിശുദ്ധന് മാത്രമേ അത് സന്തോഷമായിരിക്കത്തുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചുള്ള പ്രസംഗം കേൾക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ രൂപാന്തരം ഉണ്ടാകണം. രൂപാന്തരപ്പെടുത്താത്ത ഒരു സന്ദേശം യഥാർത്ഥത്തിൽ നമുക്ക് പ്രയോജനമുള്ള ഒരു സന്ദേശമല്ല. അതുകൊണ്ട് ഈ ബൈബിൾ ക്ലാസ് വന്നു കഴിഞ്ഞാലും നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യം, ഇതെന്നെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? ഇതെൻ്റെ സഹോദരനെ കൂടുതൽ സ്നേഹിക്കാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചോ? ദൈവത്തെ കൂടുതൽ അറിയാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചോ? എൻ്റെ കുറവുകൾ മാറ്റുവാൻ, എൻ്റെ അസൂയ മാറ്റാൻ, എൻ്റെ പക പിണക്കം ഇതൊക്കെ മാറ്റാൻ. പകയും പിണക്കമായിട്ടിരിക്കുന്ന എത്രയോ പേര് ഇവിടെ ഉണ്ട്. അതൊന്ന് തിരിച്ചറിയാനായി ഈ ബൈബിൾ ക്ലാസ്. അതിനാണ് ഞാനീ പറയുന്നത്. ദൈവം എല്ലാം കാണുന്നു. നിങ്ങളുടെ പകയെ ദൈവം കാണുന്നു, നിങ്ങളുടെ കുറവുകളെ ദൈവം കാണുന്നു. കർത്താവേ, ഞാൻ ഇങ്ങനെ ഒരാളായിപ്പോയി എന്നുള്ള മനോഭാവത്തോ ആ ഒരു ചിന്തയോടുകൂടെ നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പാപങ്ങളെ പോക്കി നിങ്ങളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും ദൈവവചനം കേൾക്കുമ്പോൾ എന്നെ തന്നെ ശുദ്ധീകരിക്കുവാൻ, ഈസ് എ സാങ്ക്ടിഫൈയിങ് ഗോഡ്. അവൻ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ആ ഒരു ദൈവത്തെ നമ്മൾ മനസ്സിലാക്കണം. ആ ദൈവം എൻ്റെ പതിരുകളെ തിരിച്ചറിയുന്നു. ഞാനതുകൊണ്ട് ഞാൻ ആ വാക്യത്തിൻ്റെ പ്രത്യേകത എടുത്ത് പറഞ്ഞത്. ശോധന എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ദൈവം എൻ്റെ ജീവിതത്തിലെ പതിരുകളെയും അവൻ തിരിച്ചറിയുന്നു. അവൻ പറയുന്നു, നിൻ്റെ ഈ സ്വഭാവം ഇത് യേശുക്രിസ്തുവിന് യോജിക്കുന്നതല്ല. എൻ്റെ പുത്രനാണെങ്കിൽ ഇതുണ്ടാകാൻ പാടില്ല. ദൈവത്തിൻ്റെ പുത്രത്വം പ്രാപിച്ചാൽ പിന്നെ പിതാവിനെ പോലെ ജീവിക്കേണ്ടത്. ഒരു പുത്രൻ പിതാവിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമേ അവൻ്റെ പുത്രത്വം വാല്യൂ ഉള്ളതാകുന്നുള്ളൂ. ഞാൻ ദൈവവേദനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു ജീവിതമായിരിക്കണം എൻ്റേത്. യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാനും, യേശു ജീവിച്ചതുപോലെ ജീവിക്കാനും, യേശു കരുതിയതുപോലെ കരുതാനും, യേശു ഓരോന്നിനെയും എങ്ങനെ കണ്ടോ അതുപോലെ കാണാനും, യേശു പണത്തെ എങ്ങനെ കണ്ടോ അങ്ങനെ പണത്തെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ യേശുവിൻ്റെ പൈതലാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ എത്രത്തോളം നമ്മൾ ആ ക്രിസ്ത്യൻ ആറ്റിറ്റ്യൂഡ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി നമ്മൾ ആലോചിക്കണം. എന്നിട്ട് പിന്നെ എന്തോന്ന് പ്രാർത്ഥിക്കാനാ? കർത്താവ് പറഞ്ഞതുപോലെ ജീവിക്കാൻ കഴിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ ബൈബിൾ ക്ലാസ് ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിൽ നടത്താനോ അതിനകത്ത് അർത്ഥമൊന്നുമില്ല. നമുക്ക് രൂപാന്തരം ഉണ്ടാകാൻ. അപ്പോൾ കർത്താവ് എന്നെ ശോധന ചെയ്യുന്നുണ്ട്. അവിശ്വാസികളെ മാത്രമല്ല, വിശ്വാസികളെയും ശോധന ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രതിസന്ധിയിലിരിക്കുന്ന ആളുകൾക്ക് ഇതൊരു ആശ്വാസത്തിൻ്റെ വചനമാണ്. അവിടെ 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും, നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. അതായത് അതിന് മുകളിലേക്ക് ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെ ഉണ്ട്, പാതാളത്തിൽ കിടക്ക പിടിച്ചാൽ അവിടെ ഉണ്ട്, ഞാൻ ഉഷസ്സിൻ ചിറക് പിടിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും. സെർച്ച് ചെയ്യുന്ന ഒരു പോലീസുകാരനെ പോലെ മാത്രമല്ല ദൈവം. അവിടെ എല്ലാം കർത്താവിൻ്റെ കരം നമുക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയും നിൻ്റെ വലം കൈ എന്നെ പിടിക്കും. നമ്മൾ നിരന്തരം കാണുന്ന ശോധന ചെയ്യുന്ന ഒരു ദൈവം കാണുന്നു.
ആ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതായി ഒന്നും എന്നിൽ ഉണ്ടാകാൻ പാടില്ല. എന്നെ നോക്കുമ്പോൾ എല്ലാം കാണുന്ന, ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തെ, അവരുടെ സ്കൂളിലെ കാര്യങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, അവർ മറ്റുള്ളവരോട് ഇടപെടുന്നതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്വഭാവം പ്രകടിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുന്ന കാണാൻ പറ്റും. മറ്റുള്ളവരെ സ്നേഹിക്കുന്ന, മറ്റുള്ളവരെ കരുതുന്ന, അതൊക്കെ ദൈവിക സ്വഭാവമുള്ളവർക്കുള്ളൂ. അല്ലാത്തവർക്ക് കൂടുതൽ മാർക്ക് വാങ്ങിച്ചാൽ മാത്രം മതി. അതും അസൂയയുടെ ഭാഗമായിട്ടാണ്. എൻ്റെ കൊച്ചിന് കൂടുതൽ മാർക്ക് കിട്ടണമെന്ന് പോലും എനിക്ക് നിർബന്ധമില്ല. പക്ഷേ സൂസിയുടെ കൊച്ചിനേക്കാളും കൂടുതൽ കിട്ടിയിരിക്കണം. എത്രാമത്തെ റാങ്ക് ആടി? 4ാമത്തെ. സൂസിയുടെ കൊച്ചിന് എത്ര ആടി? 5ാമത്തെ. എന്നാൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വ്യക്തി ആത്മീകയായ ഒരു സ്ത്രീയോ പുരുഷനോ അല്ല. അവിടെ നിങ്ങൾ സ്പിരിച്വൽ അല്ല, നിങ്ങൾ പതിര് ബാക്കി കിടക്കുകയാണ്. അതാ കർത്താവ് ശോധന ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും കിടക്കുന്ന അസൂയ, ഇപ്പോഴും കിടക്കുന്ന ദൈവികമല്ലാത്ത കാര്യങ്ങളെ ദൈവം എന്ത് ചെയ്യുന്നു? ശോധന ചെയ്യുന്നു. അത് മാറിയിട്ട് പുത്രത്വം പ്രാപിച്ചിരിക്കുകയാണെങ്കിൽ ആ ദൈവിക സ്വഭാവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് കഴിയണം. ആ ഗോഡ്ലി ക്യാരക്ടറിന് യോജിക്കാത്തതായിട്ട് എന്തുണ്ടെങ്കിലും അതിനെ പെറുക്കിക്കളയാനാണ് ദൈവം ശോധന ചെയ്യുന്നു. ദൈവം അറിയുന്നു എന്ന് പറയുമ്പോൾ ദൈവം എന്നെ അറിയുന്നു. പക്ഷെ കർത്താവ് വിശ്വസ്തനാണ്. നിങ്ങളത് ഏറ്റുപറയുന്നുവെങ്കിൽ, അതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങൾക്കൊരു പുതിയ ലൈഫ് തരാൻ തയ്യാറാണ്. അവന് നമ്മളെല്ലാവരും അവൻ്റെ പുത്രന് യോജിക്കുന്ന രീതിയിൽ നമ്മളെ, why God has called us, why he has even predestined, നമ്മുടെ പ്രീഡെസ്റ്റിനേഷൻ എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുമല്ലോ. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ അവൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ മേലുള്ള വിളി എന്താണ്? നമ്മുടെ മേലുള്ള പ്രീഡെസ്റ്റിനേഷൻ എന്താണ്? മുൻ നിയമനം എന്താണ്? അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. അതിന് യോജിക്കാത്തതായിട്ട് എന്ത് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെല്ലാം പെറുക്കിക്കളയാനായിട്ട് അവൻ എന്നെ ശോധന ചെയ്ത് പെറുക്കിക്കളയുന്നു. അതിന് അതാണ് വാസ്തവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്. എന്നാൽ അതേസമയം നമ്മുടെ ജീവിതത്തിൻ്റെ കൂരിരുൾ താഴ്വരയിൽ, അല്ലെങ്കിൽ അന്ധകാരം എന്നെ മൂടിയാൽ, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ, എവിടെ നിന്റെ ആത്മാവിനെ വിളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? എവിടെ ഇരുട്ടെന്നെ മൂടിക്കളയട്ടെ, വെളിച്ചം എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ, ഇരുട്ടുപോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെയാകുന്നു. നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. എൻ്റെ അന്തരംഗങ്ങൾ, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നമുക്ക് ദൈവത്തിൽ നിന്ന് ഒളിക്കാനൊന്നും പറ്റില്ല. എന്നാൽ അതേസമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആശ്വാസമാകുന്ന എന്താണെന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ തിരിച്ചറിവ് എന്ന് പറഞ്ഞത് എന്നെ ഓടിച്ചിട്ട് പിടിക്കാൻ നടക്കുന്ന ഒരു പോലീസുകാരൻ എന്ന നിലയിൽ മാത്രമല്ല, പ്രത്യുത എൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമാണ്. അവൻ എന്നെ അറിയുന്നു. 23-ാം സങ്കീർത്തനത്തിൽ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും 4-ാമത്തെ വാക്യത്തിൽ ഞാൻ അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്തുകൊണ്ട് ഭയപ്പെടത്തില്ല? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. കൂരിരുളൊരു യാഥാർത്ഥ്യമാണ്. കൂരിരുൾ ഉണ്ടാവുകയില്ലെന്നാണ് ഇപ്പോഴത്തെ പാട്ടുകാരുടെ പാട്ട്. ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ കൊച്ചുകുഞ്ഞേശൊക്കെ പാടിയതും നമ്മളിപ്പോഴത്തെ പാട്ടുകാരും നമ്മളുള്ള വ്യത്യാസം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിഞ്ഞു. ഇന്നാണെങ്കിൽ ദുഃഖത്തിൻ്റെ പാനപാത്രം ഉണ്ടാവുകയില്ല, നീ വിജയിക്കും, എൻ്റെ അധ്വാന ഫലം ഞാൻ തന്നെ തിന്നും, വേറെ ആർക്കും കൊടുക്കത്തില്ലെന്ന്. അങ്ങനത്തെ കുറച്ച് പാട്ടുകളും. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? കൂരിരുൾ യാഥാർത്ഥ്യമാണെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ കൂരിരുൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഭയപ്പെടുകയില്ല. എന്തുകൊണ്ടാണ്? അവിടെയും നിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് അത് യാഥാർത്ഥ്യമാണെന്ന് പ്രസംഗിക്കാത്ത ഈ ക്രൂസൈഡ് പ്രീച്ചേഴ്സും ടെലിവിഷൻ പ്രീച്ചേഴ്സും, ടെലിവിഷനിലെല്ലാം നിങ്ങൾ കേൾക്കുന്നത് എന്താ? കഷ്ടം ഉണ്ടാകത്തില്ല, പ്രതിസന്ധി ഉണ്ടാകത്തില്ല, പ്രയാസം ഉണ്ടാകത്തില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് സഹിക്കുന്നത്? പോൾ ചോദിക്കുന്ന പോലെ നിങ്ങൾ സഹിച്ചുകൊള്ളുന്നത് എന്ത്? കർത്താവ് പറയുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്ന്, ഇയാൾ പറയുക നിങ്ങൾക്ക് കഷ്ടം ഉണ്ടാകത്തില്ലെന്ന്.
ആര് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത്? കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ചവനായ ഒരു കർത്താവ് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ലോകം എനിക്ക് തരുന്ന കഷ്ടം എനിക്ക് പ്രശ്നമല്ല. കാര്യം എനിക്കറിയാം, ആത്യന്തികമായി എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഈ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ ശക്തമാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്നു. ദൈവം എന്നെ അറിയുന്നു. ദൈവം എന്നെ എങ്ങനെ അറിയുന്നു? ദൈവം എന്നെ അറിയുന്ന ഒത്തിരി ഒത്തിരി വിധങ്ങളുണ്ട്. അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞ റിലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഒരു സൃഷ്ടി എന്ന നിലയിൽ നമ്മൾ 139 സങ്കീർത്തനത്തിൽ തന്നെ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അത് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് നമുക്കറിയാമല്ലോ, ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകൾ ഞാൻ ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എവ്രിതിങ് ഹി ക്രിയേറ്റഡ് അസ്, എല്ലാ കാര്യങ്ങളും. അപ്പോൾ ദൈവം നമ്മളെ അറിയുന്നു എന്ന് പറയുന്നത്, അവൻ സൃഷ്ടി എന്ന നിലയിൽ അവൻ എന്നെ അറിയുന്നു. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ ആദ്യം അറിയുന്നത്. ആദ്യം സൃഷ്ടി എന്ന നിലയിൽ. ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ, ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വാങ്ങി വായിക്കാൻ പറ്റുന്ന നല്ലൊരു ബുക്കാണ്, ഫിലിപ്പിയാൻസിലെ ബുക്കാണ്. പോൾ ബ്രാൻഡും ഫിലിപ്പിയാൻസും കൂടെ ഒരുമിച്ച് എഴുതിയ ബുക്കാണ്. പോൾ ബ്രാൻഡ് വെല്ലുവിളി ഉണ്ടായിരുന്നൊരു ഡോക്ടറാണ്. ഫിലിപ്പിയാൻസിലെ ബുക്കുകൾ നിങ്ങൾ കിട്ടുന്നെങ്കിൽ വാങ്ങിക്കുക. ഫിയർഫുള്ളി ആൻഡ് വണ്ടർഫുള്ളി മെയ്ഡ്, ഭയങ്കരവും അത്ഭുതകരവുമായി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മുടെ ബോഡിയിലെ ഓരോ സിസ്റ്റത്തെക്കുറിച്ചും പോൾ ബ്രാൻഡിൻ്റെ പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒത്തിരി കാര്യം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാത്തത്. അപ്പോൾ നമ്മളെ കയ്യും കാലും, ഞാൻ പലപ്പോഴും ആളുകൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഡോക്ടേഴ്സ് നമ്മുടെ ബോഡി ഡയഗ്നോസ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മുടെ ബോഡി സൃഷ്ടിച്ചതാരാ? ദൈവമാണ്. അതുകൊണ്ട് എൻ്റെ ബോഡിക്ക് എന്ത് സംഭവിക്കണമെന്ന് തീരുമാനിക്കുന്ന ഡോക്ടറല്ല ആത്യന്തികമായിട്ട്. ആരാ? ദൈവമാണ്. ബിക്കോസ് ഹി ഈസ് ദ ക്രിയേറ്റഡ് ഗാഡ്. അവൻ സൃഷ്ടാവാണ്. പിതാവെന്ന നിലയിലാണ് ഞാൻ ഇപ്പോഴറിയുന്നത്. എന്നാൽ അതിൻ്റെ അർത്ഥം പഴയ ബന്ധങ്ങളൊന്നും ഇല്ലാതാകുന്നല്ല. ഹി ഈസ് മൈ ഫാദർ, but also he is my creator, he is my lord, he is my brother, എല്ലാ രീതിയിലും. അപ്പോൾ അവൻ എൻ്റെ സൃഷ്ടാവാണ്, അവൻ എൻ്റെ പിതാവാണ്, അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. ഈ എല്ലാ രീതിയിലും അവൻ എന്നെ അറിയുന്നുണ്ട്. ഞാൻ അവനെയും അറിയുന്നത് ആ എല്ലാ രീതിയിലുമാണ്. പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം, നമ്മൾ ആ എല്ലാ രീതിയിലും അവനെ അറിയുവാൻ കഴിയുന്നില്ല. സൃഷ്ടി എന്ന നിലയിലാണ് ഞാൻ ദൈവത്തെ ആദ്യം അറിയുന്നത്. പക്ഷെ പഴയ ബന്ധം, പുതിയ ബന്ധം ഉണ്ടാകും, അല്ലെങ്കിൽ പുതിയ ഒരു ബന്ധം നമ്മൾ തിരിച്ചറിയുമ്പോഴത്തേക്ക് പഴയ ബന്ധം ഇല്ലാതെ ആകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഏറ്റവും ഇളയ മകള്, ഞങ്ങളൊരിക്കലും മിഷൻ ഫീൽഡിൽ ഉണ്ടായിരുന്ന സമയത്ത്, മിഷൻ ഫീൽഡ് സന്ദർശിച്ച സമയത്ത്, പന്ന എന്ന് പറയുന്ന സ്ഥലത്ത് മധ്യപ്രദേശിൽ, അപ്പം അവിടെ വെള്ളം മുകളിലോട്ട് വെള്ളം കയറാനുള്ള ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ആ മിഷൻ സ്റ്റേഷൻ്റെ അവിടെ അവരൊരു 5 അടി താഴ്ചയിൽ ഒരു ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തുള്ള വെള്ളം ഇങ്ങനെ വീണു. പക്ഷെ അത് ഇതിൻ്റെ മുകളിൽ ഒരു പായ് ഇങ്ങനെ വിരിച്ചിരിക്കുക, ഇലയൊന്നും വീഴാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തുമില്ല. അപ്പോൾ എൻ്റെ മോക്ക് അന്ന് 2.5 വയസ്സ്, ഇളയ മോക്ക്. അപ്പോൾ അവൾ എൻ്റെ കൂടെ നടക്കാൻ ഇങ്ങനെ വന്ന കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ബ്ലും എന്ന് പറഞ്ഞ് ശബ്ദം കേട്ട് നോക്കിയപ്പോഴത്തേക്ക് ഈ പായയുടെ മണ്ടയ്ക്ക് അവൾ ഇറങ്ങി കൊച്ചു താഴെ വെള്ളത്തിലോട്ട് വീഴുക. ഞാൻ പെട്ടെന്ന് ഓടി ചെന്നിട്ട് കാലയിലെ പിടുത്തം കിട്ടിയത്, കാലയെ പിടിച്ച് കൊച്ചു അവിടെ പോവാം വലിച്ചു പൊക്കിയെടുക്കാറ്. ഞാൻ ഇല്ലായിരുന്ന കൊച്ചി അത് പോനെ. അപ്പോൾ അതിൻ്റെ പേരിൽ അവൾക്ക് തിരുവത്താഴം വേണമെന്നുള്ളത് പറഞ്ഞു. കാര്യം അപ്പം അവളെ അന്ന് സ്നാനപ്പെടുത്തിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ഞാൻ വാസ്തവത്തിൽ അവളുടെ രക്ഷകനായിത്തീരുകയാണ്. കാര്യം ഞാൻ രക്ഷിക്കുകയായിരുന്നു അവളെ. സോ ഐ ബിക്കെയിം ഹെർ സേവിയർ. പക്ഷെ അതുകൊണ്ട് പിന്നീട് ജീവിതകാലം മുഴുവൻ ഈ രക്ഷകൻ എന്നുള്ള ബന്ധം മാത്രമേ അവൾ പറയത്തുള്ളൂ. അവൾക്ക് 20 വയസ്സുള്ളപ്പോഴും അവൾ പറയുക, എന്നെ 2.5 വയസ്സിൽ പന്നായിലെ ആ കുളത്തിൽ നിന്ന് രക്ഷിച്ച് എൻ്റെ രക്ഷക എന്നൊന്നും അല്ലല്ലോ അവൾ എന്നെ വിളിക്കുന്നത്. ഐ എം ഹെർ ഫാദർ. ബന്ധങ്ങൾ, അതായത് പുതിയൊരു തിരിച്ചറിവുണ്ടാകുമ്പോൾ പഴയ ബന്ധങ്ങൾ ഇല്ലാതെയാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ അറിയുന്നത് ഹോളിസ്റ്റിക് ആയിട്ടായിരിക്കണം, മുറിച്ചറിയരുത്.
ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ ഏറ്റവും വലിയ പ്രശ്നം എന്നറിയാമോ? ഇസ്രായേൽ മക്കൾ ദൈവത്തെ അറിഞ്ഞത് യുദ്ധവീരനായിട്ടാണ്. കാര്യം ഏത് യുദ്ധത്തിലും ദൈവം അവർക്ക് വിജയം കൊടുത്തു. അതുകൊണ്ട് ലോർഡ് ഓഫ് ഹോസ്, യുദ്ധ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, അതവരറിഞ്ഞു, അത് കറക്റ്റാണ്. പക്ഷേ സൃഷ്ടാവ് എന്ന നിലയിൽ അവരുടെ മനസ്സിലേക്ക് ദൈവം കടന്നു വരാതിരുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടുണ്ടായ പ്രശ്നം എന്നറിയാമോ? യുദ്ധത്തിന് വേണ്ടി എല്ലായ്പ്പോഴും അവർ യഹോവയെ ആശ്രയിച്ചു. ഇസ്രായേൽ മക്കൾ ആരാധിച്ച 2 വിഗ്രഹങ്ങൾ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ബാലും അശേരായും. ഈ ബാലും അശേരായും കൃഷിയുടെ ദൈവങ്ങളാണ്. ബാലും അശേരായും യുദ്ധദൈവങ്ങളല്ല, കൃഷിയുടെ ദൈവങ്ങളാണ്. ഫെർട്ടിലിറ്റി ഗോഡ്സാണ്, ഗോഡ് ആൻഡ് ഗോഡസസ്. എന്തുകൊണ്ടാണ് ഇവർ ബാലിൻ്റെയും അശേരാലയും പുറകെ പോയതെന്ന് ചോദിച്ചാൽ, യുദ്ധം ചെയ്യാൻ യഹോവ സഹായിക്കും, പക്ഷെ കൃഷിയെ സഹായിക്കാൻ യഹോവ സഹായിക്കുമെന്ന് ഇവർക്ക് ബോധ്യമില്ലായിരുന്നു. അതുകൊണ്ട് കൃഷിക്ക് വേണ്ടി ബാലിനെയും യുദ്ധത്തിന് വേണ്ടി യഹോവയും ആരാധിക്കാൻ ഇവർ തയ്യാറായി. ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് പരിശ്രമിച്ചത്. എന്തുകൊണ്ടാണ്? ദൈവം സൃഷ്ടിയുടെ ദൈവമാണെന്നും അവനാണ് ഒരു പുല്ല് മുളപ്പിക്കുന്നതെന്നും ഒക്കെ ഉള്ള ചിന്ത തലയിലറിയാമായിരിക്കും, പക്ഷേ ബുദ്ധിപരമായി അറിയാമായിരിക്കും. എങ്കിലും ഹോളിസ്റ്റിക്കായിട്ട് ദൈവത്തെ ആ രീതിയിൽ കാണുവാൻ അവർക്ക് കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവരെന്ത് ചെയ്തെന്നറിയാമോ? ഇവർ യുദ്ധത്തിന് വേണ്ടി യഹോവയെയും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ബാലിനെയും അശേരയും ഒക്കെ ആരാധിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ദൈവത്തെ മൊത്തമായിട്ട് അറിയാൻ നമുക്ക് കഴിയണം. ഇന്നുണ്ടാകുന്ന പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ദൈവത്തെ ഇതേപോലെ തന്നെ വീതിച്ചു കൊടുക്കുന്ന ഒരു പ്രശ്നമാണ് മീറ്റിങ്ങുകളിലും മറ്റും നമ്മൾ കാണുന്നത്. ഇന്ന് മിക്കവർക്കും യേശുവിനെ അറിയാവുന്നത് ഒരു സമ്പന്നത നൽകുന്ന ദൈവമായിട്ടോ സൗഖ്യം നൽകുന്ന ദൈവമായിട്ടോ മാത്രമാണ്. കാര്യം അല്ലാതെ ഒരു രീതിയിലും യേശുവിനെ ആളുകൾക്ക് ഇവർ പരിചയപ്പെടുത്തി കൊടുത്തില്ല. എൻ്റെ പാപങ്ങളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമായിട്ട് ആരും പറഞ്ഞില്ല. വേദപുസ്തകത്തിലുടനീളം നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ, ഒരു ക്രൂസൈഡ് നടക്കുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ക്രൂസൈഡിൻ്റെ സമയത്ത് പെട്ടെന്ന് ക്രൂസൈഡൊക്കെ കഴിയുമ്പം ഈ പ്രസംഗിക്കുന്ന ആളുകൾ പറയുന്നത്, രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ, ഇതാണല്ലോ പറയുന്നത്. പാപികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറയുന്നില്ല. എന്താ പറയുന്നത്? രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ. തലവേദനയുള്ളവർ അങ്ങോട്ട് മാറി നിൽക്കുക, നടുവേദനയുള്ളവർ നടുക്കോട്ട് നിൽക്കും, പല്ലുവേദനയുള്ളവർ ഇങ്ങോട്ട് മാറി നിൽക്കും എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വിടുന്നതല്ലാതെ പാപത്തെക്കുറിച്ച് സംസാരിക്കാതെ. എന്തുകൊണ്ടാണ്? പ്രശ്നം എന്താ? യേശുവിനെ മുറിച്ചു കൊടുക്കുകയാണ്. ദൈവത്തെ മുറിച്ചു കൊടുക്കാൻ പാടില്ല, യേശുവിനെ മുറിച്ചു കൊടുക്കാൻ പാടില്ല. ഇപ്പം അതിനകത്തെ ആ സ്വീറ്റ് പാർട്ട് മാത്രം. വോൺ കാർലോസ് ഓർട്ടിസ് പറഞ്ഞൊരു വാചകം ഇതാണ്: ഈ ബ്രെഡിലെ ജാം പുരട്ടി കൊടുക്കുമ്പം നമ്മൾ പിള്ളേർക്ക് ബ്രെഡിലെ ജാം പുരട്ടി കൊടുക്കുകയാണ്. സ്മാർട്ട് പിള്ളേരുണ്ടല്ലോ, ജാം നക്കി വെച്ച് ബ്രെഡിൻ്റെ സ്ലൈസിങ് തിരിച്ചു വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിന്നെയും ജാം പുരട്ടി കൊടുക്കും. ഇതുപോലെ യേശുവിൻ്റെ ആ സ്വീറ്റ് പാർട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? ജനങ്ങൾക്ക് കൊടുക്കുന്നു. യേശുവിനെ ഇവർ കഴിക്കത്തില്ല. യേശുവിൻ്റെ സൗഖ്യം വേണം, യേശുവിൻ്റെ കാശ് വേണം, യേശുവിൻ്റെ കാറ് വേണം, യേശുവിൻ്റെ ജോലി വേണം, യേശു കൊടുക്കുന്നതെല്ലാം വേണം, യേശുവിനെ വേണ്ട. എന്നാൽ ശരിയായിട്ടൊരു മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ വളർച്ച ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ജാം തന്നെ കുഞ്ഞ് തിന്നണ്ട, ഇതിൻ്റെ കൂട്ടത്തിൽ തിന്നാമെങ്കിൽ തിന്നാൽ മതിയെന്ന് പറയും. യേശുവിനെ മൊത്തമായിട്ട് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ വാചകം അതാണ്: യേശുവിനെ സൃഷ്ടാവായി അറിയുന്നു. സൃഷ്ടാവായി അറിയുന്ന അവിടം തൊട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത്. അവനെ വീണ്ടെടുപ്പുകാരനായി അറിയുന്നു, അവനെ രാജാവായിട്ട് അറിയുന്നു, കർത്താവായിട്ട് അറിയുന്നു, അവനെ സഹായകനായിട്ടും അറിയുന്നു, കംപ്ലീറ്റ് ആയിട്ട്. എന്നാൽ സൃഷ്ടാവായിട്ട് അറിയുമ്പോൾ, ഞാൻ ആ വാക്കും കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ, ഗാഡ് ക്രിയേറ്റഡ് എവറിതിങ്. സൃഷ്ടി എന്ന നിലയിൽ ദൈവം എന്നെ അറിയുന്നുണ്ട്, പക്ഷെ സൃഷ്ടാവ് എന്ന നിലയിൽ ഞാൻ അവനെ അറിയണം. സൃഷ്ടി എന്ന നിലയിൽ ദൈവത്തെ അറിയുമ്പോൾ അവൻ എല്ലാം സൃഷ്ടിച്ചു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഗാഡ് ക്രിയേറ്റഡ് എവറിതിങ് ഫോർ മാൻ. ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് വിശദമാക്കാൻ പരിശ്രമിക്കാം. ഗാഡ് ക്രിയേറ്റഡ് എവറിതിങ് ഫോർ മാൻ, ബട്ട് ഹി ക്രിയേറ്റഡ് മാൻ ഫോർ ഗാഡ്. അവൻ സർവത്തെയും മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചത് സർവ്വത്തിന് വേണ്ടിയല്ല,
മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൃഷ്ടാവെന്ന നിലയിൽ അറിയുമ്പോൾ അവൻ എന്നെ സൃഷ്ടിച്ചത് അവന് വേണ്ടിയാണെന്നറിയണം. He created me for him. He created everything for me, but he created me for him. സർവത്തെയും അവൻ എനിക്ക് വേണ്ടി സൃഷ്ടിച്ചു, പക്ഷെ എന്നെ അവന് വേണ്ടി സൃഷ്ടിച്ചു. എൻ്റെ അറിവ് പൂർണ്ണമാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് അറിയുമ്പോഴാണ്. ഞാൻ അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എൻ്റെ മോഹവും താല്പര്യവും അവന് വേണ്ടി ജീവിക്കാനാണ്, വേറെ ഒന്നുമില്ല. കാര്യം എന്നെ അവൻ സൃഷ്ടിച്ച്, ഞാൻ അവനെ സൃഷ്ടാവായിട്ട് അറിയുന്നു. എനിക്കറിയാം അവൻ എന്നെ സൃഷ്ടിച്ചപ്പോൾ അവനൊരു വലിയ മോഹം ഉണ്ടായിരുന്നു, നീ എൻ്റെ വകയാണെന്ന്. ആൻഡ് ഗാഡ് സെഡ് യു ആർ മൈൻ ആൻഡ് ഐ അക്സെപ്റ്റ് ഇറ്റ്. ആ ബന്ധത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവമായ കർത്താവിനെ സഹായിക്കും.